ഡോണ്ട് വറി. ടെൻഷൻ അടിക്കാതെ പരമാവധി ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും വിഷമിക്കുകയും അല്ലെങ്കിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു കാരണം ഈ സിലബസ് തീരുമോ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാൽ സാധിക്കുമോ എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങളും സങ്കടങ്ങളും ഒക്കെ ആണെന്ന് എനിക്കറിയാം. ജെനുവിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ശരിയല്ലേ? പക്ഷെ അതിനുള്ള ഒരേ ഒരു ഉത്തരം പറ്റും, സാധിക്കും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിൽ തുടരുന്നതിനോടെ വരാനിരിക്കുന്ന LDC പരീക്ഷ അടക്കം +2 ലെവൽ അടക്കമുള്ള കേരള PSCയുടെ എല്ലാ പരീക്ഷകളിലും മികച്ച ഒരു റാങ്ക് നേടാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്നതിനകത്ത് ഒരു സംശയമില്ല. അത് എന്റെയും സുബിൻ സാറിന്റെയും ഗ്യാരണ്ടിയാണ്. ഇത് ചില ആൾക്കാര് ഇന്നയാളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെ അല്ല. സുബിൻ സാറിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് യോഗ്യതയുള്ള കേരള PSC ട്രെയിനേഴ്സിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് സുബിൻ സാർ. കാരണം അതിനുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. സോ 100% ഉറപ്പായിട്ടും ഈ 2024 നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ മറ്റുള്ളവരെക്കാളൊക്കെ ഒരുപടി മുന്നിൽ പെർഫോം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല, നോ ഡൗട്ട്. കാരണം ഈ ഒരു കോഴ്സ് അതിൽ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ റിസോഴ്സുകൾ മറ്റൊരിടത്തും പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ള കാര്യം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം 4:30 അതിരാവിലെ 4:30 ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ, അതിന്റെ നോട്ടുകൾ, SCERT ക്രാക്കർ പോലുള്ള സീരീസുകൾ, മറ്റ് കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് പ്രത്യേക ക്ലാസ്സുകളും നോട്ടുകളും, പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിന് ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ പരമാവധി ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും അവർക്കൊക്കെ പല രീതിയിൽ സംശയങ്ങളെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും അല്ലാതെ സഹായിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരിക്കലും ഞാൻ അവരെ ഒരാളെ പോലും ഞാൻ മറുപടി കൊടുക്കാതെ വിട്ടതായിട്ട് ഞാൻ തോന്നുന്നില്ല. സോ ഞാൻ പറയാൻ വന്ന കാര്യത്തിലേ ഉള്ളൂ, നമ്മളൊരു ഫാമിലി ആണല്ലോ. കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും ആ വീട് വിട്ട് എന്റെ ഭാഗം ഒന്ന് പിരിച്ചു തന്നേര്, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാനാണോ ആദ്യം അതിന്റെ പതിവ്? അതാണോ അതിന്റെ ശരിയായ കാര്യം? ആണോ? അങ്ങനെ അല്ല അല്ലേ? നമ്മുടെ ഫാമിലിയിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ അല്ലെങ്കിൽ അവിടെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുക എന്നുള്ളതല്ല ശരിക്കും നമ്മൾ ചെയ്യാറ്. അവരുടെ കൂടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക, ഒരുമിച്ച് സ്നേഹത്തോടെ മുമ്പോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് നമ്മളെപ്പോലുള്ള നല്ല ആൾക്കാർ സാധാരണയായിട്ട് ചെയ്യാറ്. സോ ഒരു വളരെ എന്താണ് നിങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് സുബിൻ സാർ പറഞ്ഞു. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരുന്നു അത്. പക്ഷെ പരമാവധി റെക്കോർഡിങ്ങൾ ലോക്കലി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. റെക്കോർഡിംഗ് ഇനിയും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല, അവൈലബിൾ ആവാതിരിക്കില്ല. ഇനി തുടർന്ന് വരുന്ന എല്ലാ സെഷനുകളുടെയും റെക്കോർഡിങ് പരമാവധി അവൈലബിൾ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ കുറച്ച് താമസിച്ചു കേട്ടോ. ഒരു ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ തന്നെ റെക്കോർഡിങ് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ 4:30 എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കണമെങ്കിൽ ക്ലാസ് എടുക്കാൻ തയ്യാറാവുന്ന അധ്യാപകര് ഒരു 4 മണിക്കെങ്കിലും എഴുന്നേക്കണം, അല്ലെങ്കിൽ 3:45 എണീക്കണം. അവരത് എണീറ്റ് ഫ്രഷായി ക്ലാസ് എടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി റെഡിയായി 4:20 നമ്മുടെ സിസ്റ്റത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് 4:30 നിങ്ങളുമായിട്ട് സംവദിച്ച് അതിനുശേഷം അടുത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരിടുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാം ആണല്ലോ. അപ്പൊ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സമയം, അത് ഒരു 5-6 മണിക്കൂറുകൾ ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ റെക്കോർഡിങ് നമ്മൾ കൊടുക്കുക. കാരണം പരമാവധി ഈ 4:30 ലൈവായിട്ട് ആൾക്കാർ വരിക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. സോ റെക്കോർഡിങ് തരില്ല എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല, ഉറപ്പായിട്ടും റെക്കോർഡിങ് തരും. അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കരുത്, എല്ലാവർക്കും റെക്കോർഡിങ് തരും. പക്ഷെ കുറച്ച് സമയം കേട്ടോ, ആ ഒരു എഫേർട്ടിനെ മാനിക്കുന്ന രീതിയിൽ കുറച്ച് സമയം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഏകദേശം ഒരു ദിവസത്തിന്റെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ കൃത്യമായിട്ടൊരു സമയം ഫിക്സ് ചെയ്തിട്ട് ഇനിയുള്ള ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡിങ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മൾ തരും കേട്ടോ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് നമ്മുടെ ഈ 4:30 കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതുപോലെ ഈ ഒരു പെട്ടെന്ന് രാവിലെ ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ
ഒരു സമയം 4:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു 10 മിനിറ്റ് താമസിച്ചു, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ വൈകി, അത് എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ശരിയല്ലേ? നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത കാലം മുതൽ എത്ര സമയം ഈ രാവിലെ ലാഗായി അല്ലെങ്കിൽ രാവിലെ ക്ലാസ് തുടങ്ങാൻ താമസിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന മനുഷ്യ സഹജമായിട്ടുള്ള ഒരു തെറ്റായിരിക്കാം പലപ്പോഴും അത്. പക്ഷെ അതിനെ നിങ്ങൾ അതിനെ ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും അതിനെ ഉൾക്കൊണ്ടവരാണോ എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ അല്ലാതെ നിങ്ങളിൽ ചില പൊട്ടിത്തെറികൾ സൃഷ്ടിക്കാനായിട്ട് മറ്റു പലരും കാരണമായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഇന്നലെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. കാരണം നിങ്ങൾ എല്ലാവരും തന്നെ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ പോലും ഏതോ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ കയറാൻ ഒരു 10 മിനിറ്റ് താമസിച്ചപ്പോൾ, പക്ഷെ നിങ്ങളത് വളരെ കൺവിൻസിങ് ആയിട്ട് ഉൾക്കൊള്ളുകയും, കാരണം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു തെറ്റായി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് താമസിച്ചു ജോയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളത് അംഗീകരിച്ച് ഉൾക്കൊണ്ട് ക്ലാസ്സിൽ മുമ്പോട്ട് പോയവരാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു താമസം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാനായിട്ട് വൈകി എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പ്രശ്നം വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് ഇനി ഒരു സാഹചര്യത്തിലും ക്ലാസ് അങ്ങനെ വൈകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. സപ്പോസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്ലാസ് കുറച്ച് വൈകുകയാണെങ്കിൽ പോലും നിങ്ങൾ അത് രാവിലെ ഉണരുന്ന നിങ്ങളുടെ സമയത്തെ ഞങ്ങൾ മാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സമയത്തെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും, മാനിക്കും. ഏതെങ്കിലും രീതിയിൽ ക്ലാസ് താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ അത് ഇൻഫോം ചെയ്യാതിരിക്കില്ല കേട്ടോ. ഇനി ഉറപ്പായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ അത് അറിയിച്ചിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം കോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക്കാകും. സത്യമാണ്, മനുഷ്യ സഹജമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കോണ്ടാക്ട് ചെയ്യാനും, അതല്ല ഏതൊരു കാര്യത്തിനും വിളിച്ച് സംസാരിക്കാതെ ടെക്സ്റ്റ് മെസ്സേജിലൂടെ, അത് ടെലിഗ്രാം, വാട്സാപ്പ് മെസ്സേജുകളിലൂടെ കൃത്യമായിട്ട് ആശയങ്ങൾ കൺവേ ചെയ്യാനും ഒരു ഫോൺ നമ്പർ ഇന്നലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ശരിയല്ലേ? കണ്ടവരൊക്കെ ഒന്ന് യെസ് പറയാവോ? ആ ഫോൺ നമ്പർ ഇന്നലെ നമ്മുടെ മെസ്സേജിന്റെ കൂടെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ കയ്യിൽ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് PC ടോക്സ് കോണ്ടാക്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്ത് എല്ലാവരും വെച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. കണ്ടല്ലോ? ഓക്കെ, അപ്പൊ ആ നമ്പർ എല്ലാവരും സേവ് ചെയ്യുക. നിങ്ങൾ പരമാവധി ടെക്സ്റ്റ് ചെയ്യുക കേട്ടോ. വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഓഫീസിലോ മീറ്റിങ്ങിലോ കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ നമ്പര് നമ്മുടെ എന്താണ് കോർഡിനേറ്റർ, അതായത് നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററിന്റെ, നമ്മുടെ PC ടോക്സിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സെലീന മോമിന്റെ നമ്പറാണ്. അവര് നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. സെലീന മോമിന്റെ നമ്പർ ഇന്നലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അശ്വതി AS ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ഗ്രൂപ്പിലൊന്ന് കയറി നോക്കണം. ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു മെസ്സേജിനോട് കൂടെ തന്നെ ആ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളുക. നിങ്ങൾക്ക് ഇനി കോൺടാക്ട് ചെയ്യാനുള്ള കേട്ടോ, നമ്മുടെ CLPയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം കോൺടാക്റ്റുകളും ആ നമ്പറിലൂടെ നിങ്ങൾ നടത്തണം. അതിനാണ് അങ്ങനെ ഒരു സെപ്പറേറ്റ് നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇന്ന് തന്നെ കേട്ടോ എല്ലാവരും ആ നമ്പർ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി എടുത്തിട്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. സെലീന SALENA എന്ന് സേവ് ചെയ്താലും കുഴപ്പമില്ല. സെലീന PC ടോക്സ് അല്ലെങ്കിൽ PC ടോക്സ് കോൺടാക്ട് നമ്പർ, നോ ഇഷ്യൂസ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ നമ്പർ ഒന്ന് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെച്ചോണം. ഇനി മുതൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറിലായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, സുബിൻ സാറിനെ കോൺടാക്ട് ചെയ്യാം. രമ്യ ഓൾറെഡി സേവ് ചെയ്തു. അതാണ് കാര്യം, ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് വെരി ഗുഡ്. ഓക്കെ, എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് പേഴ്സണലി പരിചയമുള്ളവർക്ക് അറിയാം. എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ട്. ശ്രുതി ജോൺ, ഈ ഒരു നമ്പർ നമ്മൾ ഇന്നലെയാണ് അവതരിപ്പിക്കുന്നത്. സോ ശ്രുതി, ഇന്ന് മുതൽ ശ്രുതി മെസ്സേജ് അയച്ചു നോക്കുക. ശ്രുതിക്ക് ഉറപ്പായിട്ട് റിപ്ലൈ കിട്ടും കേട്ടോ. പിന്നെ രണ്ടാമത് കാര്യം, എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 4:30 ഞാൻ അവൈലബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ രാവിലെ മറ്റു പല ക്ലാസ്സുകളിലേക്ക് ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ മെസ്സേജ് കാണണമെന്നില്ല. സോ അതുകൊണ്ട് ഈ നമ്പർ ഇനി മുതൽ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ നമ്പർ പരമാവധി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ LDC പരീക്ഷ, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന PSCയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ് LDC പരീക്ഷ.
അത് ഉറപ്പായിട്ടും ജൂലൈ മാസം പകുതിക്ക് ശേഷമായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ട്. പക്ഷെ എക്സാം കലണ്ടറോ ഡേറ്റോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒരുപാട് എക്സാമുകൾ മുമ്പോട്ട് മാറ്റി വെച്ചത് കൊണ്ട് ഒരുപക്ഷെ LDC പരീക്ഷ ഇനി കുറച്ചുകൂടി ഒരുപാട് താമസിക്കില്ല, ഒരല്പം കൂടി താമസിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ഇനി മുമ്പിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു ഒരുപാട് സമയം ഒന്നും പ്രതീക്ഷിക്കില്ല, ഒരു 5-10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്താലായി. അപ്പൊ അതുകൊണ്ട് ജൂലൈ മാസം പകുതിയോടുകൂടിയേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ, LDC പരീക്ഷ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്കിനി ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസങ്ങൾ വളരെ വിശാലമായി നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ 3 മാസങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ സിലബസുകൾ പൂർത്തിയാക്കി കൃത്യമായി റിവിഷനിലേക്ക് നമ്മൾ കടന്നിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇനി വരാനിരിക്കുന്ന ഈ 3 മാസങ്ങൾക്കുള്ളിൽ ഇതുവരെയുള്ള നമ്മുടെ BSc ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് 3 മാസത്തിൽ കൂടുതൽ ഉണ്ടാകാൻ പറയാം. പക്ഷെ നമ്മൾ 3 മാസത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് 3 മാസം കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ തീർത്ത് നമുക്ക് റിവിഷനിലേക്ക് കയറാം. നോ ഇഷ്യൂ. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കരുത്, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. സോ ട്രസ്റ്റ് ദ പ്രോസസ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഈ പ്രോസസ്സ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ക്ലാസ്സിലുണ്ട്. പഠിക്കുകയും അതിനനുസരിച്ച് അപ്ഡേറ്റ്സ് എന്നെ അറിയിക്കുക പോലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഇത്ര വരെയൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ്സ് എന്നെ അറിയിക്കുകയും അവർക്ക് ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കുകയൊക്കെ അത്ര ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ട്രസ്റ്റ് ദ പ്രോസസ്. ഈ പ്രോസസ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾ റിസൾട്ടിൽ എത്തിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത 2025 ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം 1-ാം തീയതി LDC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ CPO പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ, LP UP പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാമിലെ കുട്ടികളുടെ പേരുകളായിരിക്കണം ആദ്യത്തെ റാങ്കുകളിൽ നമുക്ക് കാണേണ്ടത്. TLPയിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ലൈവായിട്ട് എല്ലാ ദിവസവും 4:30 ഉണർന്ന് എഴുന്നേറ്റ് ലൈവായിട്ട് ക്ലാസ് കൂടുന്നവരുടെ പേരുകളായിരിക്കണം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം കാണേണ്ടത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ നിങ്ങളോട് നിൽക്കുന്നത്. അപ്പൊ അതേ ആത്മാർത്ഥത നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ന് ബാക്കി എല്ലാ ക്ലാസ്സുകളും മാറ്റി വെച്ചിട്ട് ഷെഡ്യൂൾ വരെ ചേഞ്ച് ചെയ്തിട്ട് ഞാനും സുനിസാറും ഇന്ന് നേരിട്ട് വരാമെന്ന് തന്നെ വിചാരിച്ചു. സോ ആ ഒരു വലിയ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. റഫീഖെ തീർച്ചയായും യെസ്. നാവ് പൊന്നായിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഫലിക്കാറുണ്ടെന്നാണ് എന്നെ അടുത്തറിയാവുന്ന പലരും പറയാറുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ റൈറ്റ് ആണ്. ഓക്കെ. സോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സംസാരിച്ചു. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ പാസ്റ്റ് ആണ്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. ഇന്നിൽ ജീവിക്കുക, നാളിലേക്ക് ഓടിക്കയറുക. ഇത് മാത്രമേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. ശ്യാം, യെസ്, താങ്ക് യു ശ്യാം. അതാണ്. അപ്പൊ നമ്മുടെ കൂടെ നിന്ന് പവർ ആക്കാൻ എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ത്രൂ ഔട്ട് മുമ്പോട്ട് തീപ്പൊരിയായിട്ട് നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫയർ, യെസോ ഓക്കെ ഒക്കെ ഒന്ന് തന്നേക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളും പവറായി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷം. കൃപാഞ്ജലി ഓഫ് കോഴ്സ് ഉണ്ടെന്നേ, ഉറപ്പായിട്ടും ഉണ്ടെന്നേ, ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിരിക്കും. നിങ്ങളുടെ പേരുകൾ റാങ്ക് ലിസ്റ്റിൽ കാണാതെ നമ്മൾ ഇനി വിശ്രമിക്കുന്ന പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. വിത്ത് യു ഓൾവേസ് ശ്യാം. അല്ല പിന്നെ അതാണ് കാര്യം. അൻവറെ ലീവ് ഇൻ പ്രസന്റ് ജീവിക്കുക, ഭാവിയിലേക്ക് ഓടി കയറുക, ഇടിച്ച് തുറന്നങ്ങ് കയറുക, അത്രേ ഉള്ളൂ. ഓൾവേസ്. അശ്വതി വെരി ഗുഡ്, താങ്ക് യു അശ്വതി. രേഷ്മ താങ്ക് യു. പ്രിൻസി താങ്ക് യു. ദുർഗ ഫയർ. വിദ്യ, നീതു താങ്ക് യു. ശ്രീകുട്ടി അത്രേ ഉള്ളൂ കേട്ടോ. ശ്രീകുട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കൃപാഞ്ജലി വലിയ ഫയർ തരുന്നുണ്ട്. ഗീതു ഓക്കെ. ശ്യാമിലി ഓക്കെ. സൂര്യ താങ്ക് യു. അർച്ചന ഐ ആം ഓൾവേസ് വിത്ത് CLP. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും CLPയിലുണ്ട്. ഓക്കെ. ജിൻസി താങ്ക് യു. രമ്യ ഓക്കെ. നിങ്ങൾ തരുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം. അതുകൊണ്ടാണ് ഇന്ന് നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിച്ചത് തന്നെ. ശ്യാമിലി പവർ ഓൺ. അല്ല പിന്നെ പവർ ഓൺ ആക്കിയിരിക്കുന്നു. ഓക്കെ. ഓഫ് കോഴ്സ് റഫീഖെ നമ്മൾ വിജയിക്കും, 100% ഉറപ്പായിട്ട് നമ്മൾ വിജയിച്ചിരിക്കും. ഓക്കെ. താങ്ക് യു. ഫ്രാൻസി, വാണി, അലാബിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ. ഗായത്രി, ശില്പ, ദിവ്യ, രേഷ്മ, അഞ്ജു ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇത്രയധികം ആൾക്കാർ ഇന്ന് ലൈവായിട്ട് വന്നത് തന്നെ വളരെ സന്തോഷം. നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് മറ്റൊരു സന്തോഷം. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളുടെ ഷെഡ്യൂളുകളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ അറിയിച്ചോളാം. ഇനി മറ്റെന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്.
മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, അതും കൂടെ മറുപടി തന്നിട്ട് ഞാൻ സാറിലേക്ക് കിടക്കുകയാണ്. കാരണം സാർ ഇന്ന് SCERT ഒരു വലിയ റിവിഷനാണ് സാർ പ്ലാൻ ചെയ്യുന്നത്. ആ റിവിഷൻ കൂടെ കഴിയുമ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ജോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇന്ന് സാർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് തറവാക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് ഒരു ടെൻഷൻ അടിക്കണ്ട. സോ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾക്ക്. ഓക്കെ അഷ്കറെ, താങ്ക് യു അഷ്കറെ, താങ്ക് യു. നമുക്ക് ഹലോ അശ്വിൻ സാർ, കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുപോലെ കുറച്ച് പേര് ബാല ചോദിക്കുന്ന ഡിഗ്രി പ്ലസ് മാറ്റി. ബാല ഡിഗ്രി പ്ലസ് മാറ്റി അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. ഡിഗ്രി പ്ലസ് മാറ്റി. ഓക്കെ, അതെനിക്ക് തോന്നുന്നത് അദ്ദേഹം അറിഞ്ഞില്ലാന്ന് തോന്നുന്നു. ബാല ഡിഗ്രി പ്ലസ് മാറ്റിയിട്ടുണ്ട്. അത് മെയ് 11-13 തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ ഫേസ് മെയ് 11-നും, രണ്ടാമത്തെ ഫേസ് മെയ് 25-നും, മൂന്നാമത്തെ ഫേസ് ജൂൺ 16-നും കേട്ടോ. ജൂൺ 16-നും എന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 1 മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ കോർഡിനേറ്റർ സെലീനയുടെ നമ്പറാണ്. അവരെ കോൺടാക്ട് ചെയ്യുക. ഫോൺ വിളിക്കരുത്, കാരണം കുറെ പേര് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ടെലിഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് ഇടുക. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. സാറേ അശ്വതി ചോദിക്കുന്നത് LGS എപ്പോഴായിരിക്കും ചോദിക്കുന്നത്. സാറേ LGS ഓഗസ്റ്റ് അതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ആദ്യം ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ജൂൺ വരെ എക്സാം ഉണ്ട്, അതായത് ഡിഗ്രി ലെവൽ എക്സാംസ്. അതിനുശേഷം LDC നടക്കും. LDC ശേഷമായിരിക്കും LGS. അത്രയ്ക്കാവും, കാരണം അവർ ആദ്യം ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ രേഷ്മ, നമ്മൾ വേറെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം രേഷ്മ. നമ്മൾ മാക്സിമം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തരുന്നത്. പിന്നെ റിവിഷന് വേണ്ടി നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ പോലെ കണ്ടന്റ് പരമാവധി കുറവുള്ള ഒരു റാങ്ക് ഫയലോ എന്തെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഞാൻ പേഴ്സണലി പേരൊന്നും പറയുന്നില്ല. നമ്മുടെ കണ്ടന്റിന് ശേഷം ഒന്ന് റിവിഷന് വേണ്ടിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഷുഹൈബെ സാറിന് ഷുഹൈബെ, ഇനിയിപ്പോ ലോക്കൽ റെക്കോർഡിങ്ങിന്റെ ഇഷ്യൂ ഇല്ല. CLP ഇന്ന് മുതൽ നമ്മളത് എല്ലാവരും റെക്കോർഡിങ് ചെയ്യും കേട്ടോ. ഞാൻ മാത്രമല്ല, എല്ലാവരും അത് ചെയ്യും. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഷുഹൈബ് ടെൻഷൻ അടിക്കണ്ട. സൈക്കോളജി ക്ലാസ് എന്ന് തുടങ്ങും? സൈക്കോളജി ക്ലാസ് എന്ന് തുടങ്ങുമെന്ന് ചോദിക്കുന്നു സാറേ. നമുക്കത് ഈ ഒരു ഏപ്രിൽ ആദ്യം, കാരണം LPUPക്ക് വേണ്ടിയാണ് അതുള്ളത്. LPUPയുടെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അത് ഇതിനെല്ലാം ശേഷമായിരിക്കും. മിക്കവാറും ഒരു ആഗസ്റ്റ് ഒക്കെ, അതായത് അടുത്ത ഓണത്തോടുകൂടി ആയിരിക്കും. അപ്പൊ അതിനുള്ളിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഓൾറെഡി തുടങ്ങിയതായിരുന്നു. അപ്പൊ അതിലേക്ക് കുട്ടികൾ പറഞ്ഞു ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം തുടങ്ങട്ടെ, ആദ്യം മറ്റു കാര്യങ്ങൾ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ 1-2 ബാല വയ്ക്കുന്ന സിലബസ് ഏതാണ്? ഡിഗ്രി ലെവൽ സിലബസ് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, ഇട്ടിട്ടുണ്ട്. സിലബസ് ഭാഗത്ത് വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. ബാല അത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രമ്യ ഈവനിങ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് കിട്ടി. രമ്യ നമ്മൾ റാപ്പിഡ് റിവിഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രോഗ്രാം ആരംഭിച്ചു ഡിഗ്രി ലെവല്. അതിന്റെ ഷെഡ്യൂൾ റീവർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്നാണല്ലോ അതിന്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തത്. അപ്പൊ അതിന്റെ എല്ലാ റെക്കോർഡിങ്ങും നമ്മൾ ഇത് ലോക്കലി റെക്കോർഡ് ചെയ്ത്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ എൻ്റർ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലല്ല, നിങ്ങൾക്ക് മാത്രമേ യൂട്യൂബ് ലിങ്ക് കിട്ടുള്ളൂ. ഓക്കെ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന രീതിയിലല്ല. ഓക്കെ, അപ്പം രേഷ്മ പറയുന്ന ഒരു ബിഗിനർ ആണ്. നോ ഇഷ്യൂസ് രേഷ്മ. ബിഗിനേഴ്സ് ആണെങ്കിലും വെറ്ററൻസ് ആണെങ്കിലും അതൊരു പ്രശ്നമേ അല്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. രേഷ്മ കാം ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അഭിജിത്ത് സാർ, CPO എങ്ങോട്ടാണ്? CPO ജൂണിലേക്കല്ലേ മാറ്റി വെച്ചത്? അതെ, CPO അതേപോലെ തന്നെ ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ CPOയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആരംഭിക്കാത്തത്. കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഭാഗത്തൊക്കെ CPOയുടെ ഒരു സമരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നീട്ടണം, ഇനി വരാൻ പോകുന്ന എക്സാംസ് കുറച്ചുകൂടി നീട്ടി വെക്കണം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മാർച്ചിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചാൽ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആരംഭിച്ചാൽ. ശ്രീകുട്ടി LPUP സുബിൻ സാർ ഇപ്പൊ പറഞ്ഞോളൂ. ശ്രീകുട്ടി, അതായത് ഒരു ഓഗസ്റ്റ് മാസം എങ്കിലും ആകും കേട്ടോ. LPUPയുടെ പരീക്ഷ ആണെങ്കിൽ ഒരു ഓഗസ്റ്റ് എങ്കിലും ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നിലവിൽ നാരായണ പൈ ഉറപ്പായിട്ടും അത് ചെയ്യാം കേട്ടോ. അത് ചെയ്യാം. വൈകുന്നേരത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് നമുക്ക് എൻഷുർ ചെയ്യാമേ, അത് ഉറപ്പാക്കാം. RMSന്റെ റെക്കോർഡിംഗ് തരാം. ഓക്കെ, തിങ്കളാഴ്ച നടന്ന ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ PDF ഏത് ഗ്രൂപ്പിലാ ഷെയർ ചെയ്യാത്തത്? നിവേദ്യ ഗ്രൂപ്പ് നമ്പർ ഒന്ന് പറയണേ. കൃപാഞ്ജലി, ഓഫ് കോഴ്സ് റെക്കോർഡിംഗ് ക്ലിയർ ആവുന്നു. ഇന്ന് മുതൽ റെക്കോർഡിംഗിന്റെ ഭാഗം നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. അതാട്ടോ സാർ ഇത്ര നമ്മൾ ഇന്ന് പറഞ്ഞത്. ഉറപ്പായി ചെയ്യാം. ഓക്കെ, ബാച്ച് 15 ഷെയർ ചെയ്തിട്ടില്ല ഇംഗ്ലീഷ്. ഓക്കെ, നാരായണ പൈ ഷെയർ ചെയ്യാം കേട്ടോ. ബാച്ച് 15 ഷെയർ ചെയ്യാം. ബാച്ച് 15
സാറേ ആ വാച്ച് 15ന്റെ കാര്യം ഓക്കെ, ഒന്ന് അത് അതെ 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 അത് ചെയ്യാം. നോക്കാം. ഞാൻ നമ്മൾ കോർഡിനേറ്ററോട് പറയാം, സെലീനോട് പറയാം. അപ്പൊ ഓക്കെ ഇങ്ങനെ ശരി. നിങ്ങളുടെ റെക്കോർഡിംഗ് അല്ലെങ്കിൽ നോട്ട്സുമായിട്ട് പ്രശ്നങ്ങൾ സെലീനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ നമ്പർ, അതായത് നമ്മൾ ഫോൺ നമ്പർ ഉണ്ട്, ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അതില് ബന്ധപ്പെട്ടിട്ട് അവര് അത് ആക്ട് ചെയ്തില്ലാണ്ട് നമ്മൾ ഇറങ്ങി നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതാണ്. കാരണം ഞങ്ങൾ കുറേയധികം ക്ലാസ്, ഇപ്പൊ ഉദാഹരണം എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ PSC ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് ലീഡ് AS സിവിൽ സർവീസ് കോച്ചിങ്, അതുപോലെ മറ്റു പല സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഫോം വിളിക്കുമ്പോൾ എടുക്കണം എന്നില്ല. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ തിരക്കുള്ളതുകൊണ്ട്. പക്ഷേ സാറാണ് ലീഡ് ജൂനിയർ. ഇന്നിപ്പോ അദ്ദേഹം ഇപ്പൊ യാത്ര ചെയ്യാൻ നിൽക്കണം. പൂവാറിൽ വെച്ച് അവരൊരു ടീം മീറ്റ് മറ്റു കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ നിൽക്കുകയാണ്. ആ തിരക്കിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സാറിന് കൈമാറിയത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. അവരെല്ലാം പല സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് പല സ്ഥാപനത്തിലും ഇതെല്ലാം ഒരു സഹോദര സ്ഥാപനമാണ്. ലീഡ് AS ഉള്ള കേരളത്തിൽ തന്നെ നമ്പർ 1 IAS അക്കാദമി, അതിന്റെ സഹോദര സ്ഥാപനമാണ് PSC ടോക്സ്. അതുപോലെ തന്നെ ലീഡ് AS ജൂനിയർ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കൊടുക്കുന്ന സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെലീനയെ ബന്ധപ്പെടുക. സെലീനയുടെ നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്, സെലീന അത് പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, ഡിഗ്രി പാസ്സായതേ ഉള്ളൂ LGS എഴുതാൻ പറ്റുമോ? ഡിഗ്രി ഉള്ളവർക്ക് LGS എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു കോർഡിനേറ്ററുടെ ബന്ധപ്പെട്ട് സംസാരിക്കുക. കാരണം ഇപ്പൊ 5:15 നമുക്ക് ചെറിയ രീതിയിൽ ഒരു ജോഗ്രഫി റിവിഷൻ നടത്താം. ഓക്കെ, ഓക്കെ സാറേ, ഒരാൾ പറയുന്നു ഇന്നലെ ഒരാളുടെ സംസാരം വല്ല ആത്മവിശ്വാസവും കളഞ്ഞിരുന്നു, ഇപ്പൊ ഓക്കെ ആയി എന്നൊരാൾ പറയുന്നു. ഓക്കെ ഓക്കെ, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നൊരു വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മാനസികമായിട്ട് ചിലപ്പോൾ അദ്ദേഹം ഒരു കാരണം ഇവിടെ ഈ ക്ലാസ് ഓൺ ആക്കുന്നതും ഈ ക്ലാസിന്റെ റെക്കോർഡിങ് നോട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് സെലീനയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറയാൻ നമ്മളൊരു വ്യക്തിയെ എടുത്ത് പറയേണ്ടതില്ല. അപ്പൊ സെലീനയ്ക്ക് ഇന്നലെ തെറ്റിയ ഒരു ചെറിയൊരു അബദ്ധമാണ്. ഒരു ഫാസ്റ്റിംഗ് ആണ്, കാരണം ഒരു നോമ്പും, അതായത് നോമ്പ് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡിലേ ആയിപ്പോയി, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് നോമ്പൊക്കെ എടുത്തതിന്റെ ഇടയ്ക്കാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റോഷിനി ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു ടെൻഷൻ വേണ്ട, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, നമ്മളുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ അതല്ലാതെ നമ്മൾ എവിടെ ഒളിച്ചോടുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ ഇത്ര നല്ല. ഓക്കെ, യെസ്. അപ്പം സാറേ, അപ്പോൾ ഞാൻ സാറിന് ഒഫീഷ്യലി മൈക്ക് കൈമാറുവാണ്. അപ്പം എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, സാറിന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ്, താങ്ക് യു ഓൾ. യെസ്, ഓക്കെ ഓക്കെ, പക്ഷേ സാർ, നിങ്ങൾ ഒരു ഹാപ്പി ജേണി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ SCERTയുടെ ഒരു കണ്ടന്റ് ആണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കൊരു മാക്സിമം ഒരു 1 മണിക്കൂർ അങ്ങോട്ടേക്ക് പോകാം. ഇപ്പൊ 5:15 നമുക്കൊരു 3/4 മണിക്കൂറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി എന്തെങ്കിലും, കാരണം ഇത്രയും പേരുണ്ട്, 200 250 15ന്റെ അടുത്ത ആളുകളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആ ഒരു സെലീനയുടെ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, അവർ റിപ്ലൈ ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. SCERT നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഒരു ആഴ്ച നമ്മൾ പഠിച്ചത് ഭരണഘടനയായിരുന്നു. കറക്റ്റ് ആയിട്ടൊരു ഷെഡ്യൂൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ SCERT പഠിച്ചിട്ടില്ലേ? SCERT, അതായത് SCERT എല്ലാവരും നോക്കിക്കഴിഞ്ഞു. ഇന്നുകൊണ്ട് SCERT നോക്കി കഴിയേണ്ടതാണ്. ജോഗ്രഫിയുടെ SCERT, അതായത് ഭൂമിശാസ്ത്രം SCERT ഇന്നുകൊണ്ട് നോക്കി കഴിയേണ്ടതാണ്. ഞാൻ അതിലെ ഓരോ ടെക്സ്റ്റ് എടുത്ത് ഏതാണ്ട് 11ഓളം ടെക്സ്റ്റുകളുണ്ട്. ആ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ പറയും ഏതാണ് ഇമ്പോർട്ടന്റ് ഏരിയ. നിങ്ങൾ അതുപോലെ SCERT വായിച്ച് അത് അടയാളപ്പെടുത്തി നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനി PDF ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതായത് മറ്റേതെങ്കിലും റാങ്ക് ഫയലുകളോ ടെക്സ്റ്റ് ബുക്കുകളോ തേടി പോകേണ്ട കാര്യമില്ല. ഏത് വിഷയത്തിന് എന്തുണ്ട്, SCERT ഉണ്ട്, അത് നോക്കാന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ SCERT ബുക്ക് എടുക്കാം. ഓക്കെ, അതായത് ആദ്യത്തെ പാഠം എടുക്കാം. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഏതെന്നുള്ളത്. അപ്പൊ നമ്മൾ തന്ന ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് 11 ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെ, ഇതുതൊട്ടാണ് തുടങ്ങുന്നത്. ഇത് SCERTയുടെ ചാപ്റ്റർ 1, ജോഗ്രഫി ചാപ്റ്റർ 1 ആണ്, ഭൂമിശാസ്ത്രം. ഓക്കെ,
അപ്പൊ ഈ ഒരു ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ, അതായത് ഓരോ ടെക്സ്റ്റിലൂടെ പോകും. ആ ടെക്സ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലെ മുഴുവൻ കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ നേടിയെന്നുള്ള രീതിയിലും, അതുപോലെ പരീക്ഷ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും നമ്മുടെ ഒരു കഴിഞ്ഞ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം അശ്വിൻ സാറിന്റെ എന്റെ ആണെങ്കിലും ഒക്കെ. അപ്പൊ അതിൽ നിന്ന് ഇതിൽ ഇമ്പോർട്ടന്റ് ഏതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യമാണ് നമ്മളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാം, കേരളം മണ്ണും മഴയും മനുഷ്യനും. ഈ ഒരു ഏരിയ, ഈ ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ഇതിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനൊപ്പം കൂടെ പോവുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. അതെങ്കിലും നിങ്ങൾ നോക്കണം. ഇതിലെല്ലാവരും നോക്കിയിട്ടുണ്ടാവില്ല നോക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യം. പക്ഷെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, എല്ലാവരും കുറെ പേരെങ്കിലും ഈ PDF വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടാവും. അല്ലെ, നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഈ PDF ഉണ്ട്, നോക്കുക. ഓക്കെ, ഇതില് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അവരെ രീതിയിൽ കുറെ കഥയൊക്കെ എഴുതുന്നത്. പക്ഷെ അതൊന്നും ആവശ്യമില്ല. നമ്മൾ വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയ മാത്രമാണ്. ഇതില് ആദ്യത്തെ ബോക്സുകളാണ്. നമ്മൾ SCERT ബുക്കുകൾ പഠിക്കുമ്പോൾ ബോക്സുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, പ്രജിത നോക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രജിത നമ്മുടെ ഏതാണ്ട് എല്ലാ പ്രോഗ്രാമിലുണ്ട്. നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇന്നലെ ഞാൻ പ്രജിതയെ കണ്ടിരുന്നു. ഓക്കെ, പ്രജിത കൊള്ളാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? വാർഷിക മഴ 300 സെന്റിമീറ്റർ. ഓക്കെ, വാർഷിക മഴ 300 സെന്റിമീറ്റർ. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കണം. വാർഷിക മഴ 300 സെന്റിമീറ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. വാർഷിക മഴ 300 സെന്റിമീറ്റർ. ഞാനിത് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഏരിയ തീരില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ജോഗ്രഫി എടുക്കുന്ന മാഡം ബാക്കി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ SCERT ഇമ്പോർട്ടന്റ് ഏരിയ ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ ഫാക്ടറുകളാണ് നിങ്ങൾ നോക്കേണ്ടതാണ്. 44 നദികൾ അറിയാവുന്ന കാര്യമാണ്. അതിനി പ്രത്യേകിച്ച് അവിടെ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ചോദിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നോക്കേണ്ടത്, ഇനി ഇതിലേതെങ്കിലും ഇമ്പോർട്ടന്റ് ഏരിയ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ട് പ്രത്യേകം പറയണം. ഇനി ഇവിടെ കേരളത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തീരപ്രദേശം, ഇടനാട്, മലനാട് എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, വാർഷിക മഴ, ശരണ്യ, വാർഷിക മഴ ചേഞ്ച് ആവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവും. കാരണം ഓരോ വർഷം ഉണ്ടാകുന്ന മഴയിലെ ഡിഫറൻസ് ആണ്. പക്ഷെ വാർഷിക മഴ എങ്ങനെയാണ് അത് ശരാശരി? കഴിഞ്ഞ 10 കൊല്ലത്തെ മഴയുടെ ശരാശരിയാണ് വാർഷിക മഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 നടന്ന മഴ ആയിരിക്കില്ലല്ലോ 24 വരിക. അപ്പൊ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി ഇതാണ് വാർഷിക മഴ എന്ന് ഏകദേശം നമ്മൾ പറയുന്നത് ഏത് വെച്ചിട്ടാണ്? കഴിഞ്ഞ 10 വർഷത്തെ ശരാശരിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ശരാശരിയാണ് വാർഷിക മഴ എന്ന പേരിൽ ഭൂമിശാസ്ത്ര ബുക്കുകൾ ഉണ്ടാകുക. ഓക്കെ, ഇനി ഇവിടെ മലനാടിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മലനാട് എന്ന് പറയുമ്പോൾ മലപ്രദേശം, അതായത് അവിടെയുള്ള ഇടുക്കി ആ ഒരു ഏരിയ, അത് പശ്ചിമഘട്ട ഏരിയയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, വൺ വേർഡ് ചോദ്യത്തിന്റെ രീതിയിൽ ഏത് ചോദിക്കാനുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ കുറച്ച് ഭൂമിശാസ്ത്രമായിട്ടുള്ള പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കഴിഞ്ഞ 10th ലെവൽ മെയിൻസിൽ അത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10th ലെവൽ മെയിൻസിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏലം, തേയില, ഓക്കെ, ഏലം, തേയില എന്നീ വിളകളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ ഇത് അതേപോലെ തന്നെ എടുത്തു. താഴെ പറയുന്നവയിൽ, ഇത് അന്ന് ചോദിച്ച തേയിലയായിട്ട് ബന്ധപ്പെട്ട്, താഴെ പറയുന്നത് തേയിലയായിട്ട് ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രമായ ഘടകങ്ങൾ ശരിയായത് ഏത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതിലെ ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, അവിടെ പറഞ്ഞിട്ട് താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ, 2 ധാരാളമായി ലഭിക്കുന്ന മഴ, 3 നീർവാഴ്ചയുള്ള മണ്ണ്. ഇത് അതേപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. ഇനി എഴുതാത്തുള്ളവരെ എഴുതി എടുത്തോണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് റിവിഷനാണ്. ഈ ഒരു കാര്യം അവിടെ പ്രധാനപ്പെട്ടാണ്. മലനാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങൾ. അവിടെ ഉണ്ടാകുന്ന ഭൂരിഭാഗമുള്ള തേയിലത്തോട്ടങ്ങളും ഏലം ഒക്കെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പൈസസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഭൂമിശാസ്ത്രമായ ഘടനയാണ് ഇവിടെ പറയുന്നത്, വളരെ പ്രധാനമാണ്. ഇനി ഇവിടെ മറ്റൊരു വ്യക്തിയുടെ പേര് പറയുന്നത് ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി പഴയ ലെവൽ, ഡിഗ്രി ലെവൽ പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജോൺ ജോസഫ് മർഫിയുടെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു അയർലൻഡ് സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. റബ്ബർ കൃഷി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കേരളത്തിൽ നടപ്പാക്കിയത് ഇദ്ദേഹമാണ്. റബ്ബർ എന്നുള്ള ഒരു വിളയെ, നാണ്യവിളയെ, കൊമേഴ്ഷ്യൽ ക്രോപ്പിനെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ജോസഫ് മർഫിയാണ്. ഇത് എവിടെയാണ് ആരംഭിച്ചത്? കോട്ടയം ഭാഗത്തുള്ള മുണ്ടക്കയം, അടുത്തുള്ള ഏന്തയാർ എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം പ്ലാന്റേഷൻ ആരംഭിക്കുന്നത്. അപ്പൊ മുണ്ടക്കയം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് വരിക? ഇടുക്കിയിലേക്ക് കയറുന്ന ഒരു പ്രദേശമാണ്. കോട്ടയക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ഇടുക്കിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക.
ഉണ്ടക്കയത്തിന് അടുത്തുള്ള ഒരു ഏന്ത്യാർ എന്നുള്ള സ്ഥലത്താണ് ഇദ്ദേഹം ഇത് ആരംഭിക്കുന്നത്. അതായത് മലനാട്ടിലാണ് ഇത് ആരംഭിക്കുന്നത്. അയർലൻഡുകാരനായ ഇദ്ദേഹം ജോൺ ജോസഫ് പാർക്കി. അപ്പൊ ഇദ്ദേഹം അവിടെയാണ് അവിടെയാണ് അദ്ദേഹം റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് കോട്ടയം ബെൽറ്റിൽ നിന്നാണ് റബ്ബർ കൃഷി വളരെ ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ റബ്ബർ കൃഷിയിലേക്ക്, അല്ലെ കോട്ടയം അച്ചായന്മാർ, കാഞ്ഞിരപ്പള്ളി, പാലാ ഭാഗത്തൊക്കെ റബ്ബർ കൃഷി പെട്ടെന്ന് സ്പ്രെഡ് ആകാനുള്ള കാരണം എന്താണ്? ഇത് ആരംഭിച്ചത് അവിടെയാണ്, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ്. ഇനി നമ്മളവിടെ നോക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ഇടനാട്ടിലേക്ക് വരികയാണ് നമ്മൾ. മലനാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു, മലനാട്ടിൽ ഇത്ര നോക്കിയാൽ മതിയാവും. നമ്മൾ ഇടനാട്ടിലേക്ക് വരികയാണ്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലോ? ഞാൻ ഈ പറഞ്ഞതിൽ കുറച്ച് സ്പീഡിൽ പോവാണ്. നമ്മൾ റിവിഷൻ ആണ്, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ എസ് ആയിട്ട് റിവൈസ് ചെയ്യാണ്. ഇതില് വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രത്യേകതകൾ നോക്കാം. അതായത് ഇടനാടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഇടനാടിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇടനാട്ടിലെ കൃഷികളുടെ പ്രത്യേകത, അതും ഇവിടെ തന്നെയാണ് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, തീരദേശത്തിനും മലനാടിനും ഇടയിലുള്ളതാണ് ഇടനാട്. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇടനാട്, ഇടയ്ക്കുള്ള നാട് എന്ന് പറയുമ്പോൾ എന്താണ്? മുകളിൽ മലപ്രദേശം, താഴെ ഇവിടെ തീരപ്രദേശം. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണിത്. അത് വളരെ പ്രത്യേകതയാണ്. കാരണം കേരളത്തിന്റെ ആ ഒരു കലവറ, അല്ലെ കേരളത്തിന്റെ നെൽത്തറ എന്നുള്ള അറിയപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ, പാലക്കാടാണെങ്കിലും ശരി, ഇതൊക്കെ ആണെങ്കിലും ശരി, എല്ലാം ഉള്ളത് ഇടനാട്ടിലാണ്. കാരണം അവിടെയാണ് കൃഷി, ഏറ്റവും നല്ല രീതിയിൽ കൃഷിയുള്ളത് ആ ഒരു പ്രദേശത്തായതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള പ്രത്യേകത, ഭൂമിശാസ്ത്രമായ പ്രത്യേകത എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, അത് ഇവിടുത്തെ മാത്രമല്ല. ഇനി മറ്റൊന്നാണ്, ചെറിയ കുന്നും പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെട്ടുകല്ലിന്റെ മണ്ണുണ്ടാവും, വെട്ടുകല്ലിന്റെ മണ്ണ്. അതായത് മലബാർ പ്രദേശത്തേക്ക്, കണ്ണൂർ ആ പ്രദേശത്തേക്ക് നമുക്ക് എന്താണ്? വെട്ടുകല്ലിന്റെ മണ്ണ് നമുക്ക് കാണാം. എന്നാൽ നദീതടം എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ, അല്ലെ പെരിയാറിന്റെ തീരങ്ങളിൽ എക്കൽ മണ്ണുകൾ കാണാം. എക്കൽ മണ്ണുകളാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ്. അലൂവിയൽ സോയിൽ നമ്മൾ ഇംഗ്ലീഷ് പറയും. അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത, ഇടനാടിന്റെ പ്രത്യേകതകൾ. ഇനി അവിടെ നോക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയൊക്കെ കാര്യങ്ങൾ, അതുപോലെ നെൽകൃഷിയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ പ്രദേശം എന്താണ്? തീരപ്രദേശമാണ്. തീരപ്രദേശം ഇവിടെ എഴുതിയിട്ടുണ്ട്, സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമല്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. ഇവിടെ കുറച്ച് പേര് ചോദിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? SCERT റിവിഷൻ ആണ്. ഇത് ഭൂമിശാസ്ത്രത്തിന്റെ ക്ലാസ് അല്ല. ഭൂമിശാസ്ത്ര ക്ലാസ്സിൽ ആ ഫാക്കൽറ്റി, ആ അധ്യാപകൻ ഇത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ അടയാളപ്പെടുത്തിയത്, നിങ്ങൾ നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകണം. ഈ ഒരു SCERT ഭൂമിശാസ്ത്രത്തിന്റെ SCERT നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതില് തീരപ്രദേശം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവും. അതെന്താണ്? തീരദേശത്തുള്ള മേഖല. അതായത് ഏറ്റവും ഉയരം മലനാട്, പിന്നെ ഇടനാട്, തീരപ്രദേശം. ഈ ഒരു കാര്യങ്ങൾ, ഇത് മൂന്നായിട്ടാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം തിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് താഴ്ന്നിടങ്ങൾ എവിടെ കാണാം? എക്കൽ മണ്ണ് കാണാം. അത് നെൽകൃഷിക്കും, അതുപോലെ തീരപ്രദേശങ്ങളിൽ മറ്റെന്ത് കാണാം? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണുകളായിരിക്കാം കൂടുതൽ ഉണ്ടാകുക. സ്വാഭാവികമാണ്. തീരപ്രദേശങ്ങൾ എന്താണ്? കടലിലെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണുകൾ അവിടെ കാണാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളുള്ളത്. നിങ്ങൾ നോക്കുക, തീരപ്രദേശത്ത് തന്നെ. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും ശരി, കൊച്ചി ആണെങ്കിലും ശരി, ഇങ്ങനെയുള്ള വൻ നഗരങ്ങളൊക്കെ ഉള്ളത് ഈ തീരപ്രദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി ഇവിടെ കൃഷിയെ നെഞ്ചിലേറ്റിയ നാട് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ആവശ്യമില്ല. വിളകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2001 ഓരോ വിളയുടെയും ഭൂവിസ്തൃതിയൊക്കെ പറയുന്നുണ്ട്. ആവശ്യമില്ല, ഇതൊരു ചോദിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഫാക്ടറൊന്നും ചോദിക്കില്ല. ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് പറയുന്നത്. മാറുന്ന ജീവിതക്രമം ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് നേടാൻ ബദലുകൾ ഒന്നും ആവശ്യമുള്ളതല്ല. ഇതൊന്നും ആവശ്യമില്ല, കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് വിട്ടുപോകുന്നത്. ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. കാരണം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്താണ്? പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അത്ര പ്രധാനമുള്ളതല്ല. ഇനി ഇതില് 1, 2, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ചില ന്യൂനത കൃഷി രീതി ചോദിച്ചിട്ടുണ്ട്. ന്യൂനത കൃഷി രീതികൾ എന്തെന്നുള്ളത് ആ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളതല്ല, അതിന്റെ ആ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. രമ്യ, PDF ഇടുമ്പോൾ മാർക്ക് ചെയ്തിടാൻ കാരണം ആദ്യം നിങ്ങൾ അത് കണ്ടുപിടിക്കണം. എന്താണ് ഈ PDF? ഇത് ഞാൻ മാർക്ക് ചെയ്ത ശേഷം ഞാൻ ഒന്നുകൂടെ ഇടാം. ഇത് മൊത്തമായിട്ട് ഗ്രൂപ്പിലുണ്ട്. 11 PDF ഉണ്ട്. അതൊന്നുകൂടെ മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ മാർക്ക് ചെയ്യാത്ത വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഉദ്ദേശം
ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഇത് ആദ്യം CCRT വായിക്കുക. നമ്മൾ അതിനനുസരിച്ച് ഓരോ ദിവസം വായിക്കണം. അതിനുശേഷം നമ്മൾ ആഴ്ചയുടെ അവസാനം റിവൈസ് ചെയ്യും. ഓക്കെ. ഇന്ത്യ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്, അലൂവിയൽ സോയിലാണ്. പ്രത്യേകിച്ച് എന്താണ്, ഗംഗാ സമതലമൊക്കെ നിങ്ങൾ ഓർത്തു. ഗംഗയുടെ തീരങ്ങൾ ഏതാണുള്ളത്? എക്കൽ മണ്ണുകളാണ്. അതുപോലെ ഗംഗ, ബ്രഹ്മപുത്ര, യമുന, ഗംഗ, ബ്രഹ്മപുത്ര, ഇതാണല്ലോ ഇന്ത്യയുടെ തീരപ്രദേശം. അവിടെ കൊടുക്കാവുന്നതാണ് എക്കൽ മണ്ണുകളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് ഇവിടെ നോക്കുക, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓക്കെ, മറ്റൊന്നാണ് കമന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് രണ്ടും ഇടാം. അപ്പൊ വേറെ കുറച്ച് പേര് പറഞ്ഞു മാർക്ക് ചെയ്ത് മാത്രം പോരാ, മാർക്ക് ചെയ്യാത്ത വേണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, രണ്ടും ഇട്ടേക്കാം. നമ്മൾ ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെ ഇടുന്നത് മാർക്ക് ചെയ്യാത്തായിരിക്കും. ഈ നമ്മൾ അത് കഴിഞ്ഞ് റിവിഷന് ശേഷം മാർക്ക് ചെയ്ത് കൂടി ഇടാം. അപ്പൊ പ്രശ്നം പരിഹരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്? ഇത് നിങ്ങൾക്ക് കറക്റ്റ്, അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അല്ലെങ്കിൽ ഇതിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീൻ ഹൗസ് എഫക്ട്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട്? ഒരു വാദങ്ങളുടെ ഒരു അതായത് ഗ്രീൻ ഹൗസ് എഫക്ട് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ചൂട് ഇവിടെ ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ, ആഗോള പ്രക്രിയയാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പൊ എന്താണ് ഗ്രീൻ ഹൗസുകൾ? പ്രത്യേകിച്ച് ഈ കാനഡ അല്ലെങ്കിൽ അയർലൻഡ് അല്ലെ ഐസ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ സൂര്യപ്രകാശം കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ തണുത്തുറഞ്ഞ ഏരിയയാണ്. അവിടെയും പക്ഷെ കൃഷി സാധ്യമാണെന്നുണ്ടെങ്കിൽ ഒരു പോളി ഹൗസ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസിലേക്ക് അവിടെ കൃഷി നടത്തും. അതിൻ്റെ ഉള്ളിൽ ചൂട് നിലനിർത്തും. അപ്പൊ അതിനെയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഏതാണ്ട് ഭൂമി അതേപോലെ തന്നെ ഓസോൺ പാളികൾ ഇല്ലാതാകുമ്പോൾ ആ രീതിയിൽ അവിടെ ഒരു കാർബണിന്റെ ഒരു ആവരണം വരികയും അത് ഭൂമി മൊത്തമായിട്ട് ഒരു ഗ്രീൻ ഹൗസ് ആയി മാറുകയും ചെയ്യും. അങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇവിടെ ചോദിച്ചത് ഗ്രീൻ ഹൗസ് ഫാമിങ്ങിനെ കുറിച്ചാണ്. രണ്ടാമതാണ് പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിംഗ് ഇത്രയാണ്. നമ്മളിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു തോട്ടത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഇന്നിപ്പോ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം ഒരു നെൽകൃഷിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷിക്കുള്ള ഒരു വെള്ളം ഒഴിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ആ പറമ്പ് മൊത്തം അങ്ങ് നനയ്ക്കും. ആവശ്യമില്ലാത്ത അത്രയും വെള്ളം നനയ്ക്കും. അല്ലെങ്കിൽ വളമിടുന്നതാണെങ്കിൽ അതിന്റെ ചോട് മുഴുവൻ കളക്കി വളമിടും. അത്ര ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന പോകുന്നില്ല. ഇവിടെ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് ഏറ്റവും കൂടുതൽ പ്രിസിഷൻ ഫാമിങ്ങിന്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇസ്രായേലിലാണ് ഈ ടെക്നോളജി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കാരണം ഇസ്രായേൽ മരുപ്രദേശമാണ്. അവിടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടെ നിന്ന് ഇന്ത്യ ഇസ്രായേൽ അന്താരാഷ്ട്ര നയത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പ്രിസിഷൻ ഫാമിംഗ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളി നന സംവിധാനത്തിലൂടെ ആവശ്യമുള്ള വെള്ളം മാത്രം അതിന്റെ കറക്റ്റ് അതിൽ ചോട്ടിലേക്ക് എത്തുന്നു. ഇനി വളങ്ങളാണെങ്കിൽ അതിന്റെ ചോട്ടിലേക്ക് എത്തുന്നു. ഇനി ഇതെല്ലാം സെൻസർ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് ആവശ്യമുള്ള വളം, ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള പോഷകങ്ങൾ മാത്രം ചെടിയുടെ ചോട്ടിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ചെടിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് എന്താണ്, വെള്ളം നഷ്ടപ്പെടുന്നില്ല, വളം നഷ്ടപ്പെടുന്നില്ല. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ്. എന്നാൽ കൃത്യത ഇവിടെ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കൃത്യതാ കൃഷി, അതാണ് മലയാളം വേർഡ്. കൃത്യമായിട്ടുള്ള ആവശ്യം മാത്രമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്താണ്, വളരെ വിലപ്പെട്ട കാര്യമാണ് വെള്ളം. അതൊക്കെ അവിടെ സുരക്ഷിതമായിട്ട് മാറുന്നു. ഓക്കെ. ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് തുള്ളി നന സംവിധാനം, ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്ട്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി അന്ന് ഡിഗ്രി ലെവലിൽ ചോദിച്ചു എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃഷി സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ മെഗാ പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എഴുതുകയാണ് സമയമില്ലാത്തതുകൊണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കൃഷിയിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷിയിലെ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ്, പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? അതായത് തൊഴിലുറപ്പ് പദ്ധതി. അതിലും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു അത് തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതേപോലെ തന്നെ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. സിഞ്ചയ് എന്നുള്ളത് ഒരു ഹിന്ദി വേർഡാണ്. ഇറിഗേഷൻ ഒരു ഇതിന്റെ ട്രാൻസ്ലേഷൻ ആണ് കൃഷി സിഞ്ചയ് യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന. ഇനി അറിയാത്തത് എഴുതി വെക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണത്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ് യോജന എന്നുള്ളത് കൃഷിയിടങ്ങളിലെ ഇറിഗേഷൻ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കൃഷി സിഞ്ചയ് യോജന. ഓക്കെ. ഇനി ഫെർട്ടിഗേഷൻ എന്ന് പറയാൻ എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ, അതാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിലൈസർ പ്ലസ് ഇറിഗേഷൻ എന്താണത്? നമ്മൾ സാധാരണ വെള്ളം നനയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നു, ചെടികളിലേക്ക് വെള്ളം എത്തുന്നു, അല്ലെങ്കിൽ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുന്നു. ഇതാണ് നമ്മൾ സാധാരണ, ഇതാണ് ഇറിഗേഷൻ. ഇറിഗേഷൻ പറഞ്ഞാൽ തോട്ടത്തിൽ നനയ്ക്കുന്നു. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ വളമിടുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ വെള്ളത്തിൽ
അതായത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടാങ്കിലേക്ക് വളം കലക്കും. വളം കലക്കി നമ്മൾ നനയ്ക്കുമ്പോൾ എന്താണ്, നന മാത്രമല്ല, ഇറിഗേഷൻ മാത്രമല്ല, അവിടെ ഫെർട്ടിലൈസറും ആഡ് ചെയ്യപ്പെടുന്നു. അതാണ് എന്ത്, ഫെർട്ടിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് കൂടുതൽ എന്താണ്, രാസവളങ്ങളല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള ഓർഗാനിക് വളങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അത് വെള്ളത്തിലൊപ്പം കലക്കി അതിൽ ചെറിയ രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൃത്യമായിട്ട് ചെടികളെ എത്തിക്കുന്നു. ഇതാണ് ഫെർട്ടിഗേഷൻ. ഈ 3 ടേമുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്രീൻ ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഫെർട്ടിഗേഷൻ. ഈ 3 ടേമുകൾ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഉദ്ദേശം എന്ത്, ഇനി ഈ ഒരു ടേം എക്സാമിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു സ്കീമിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഹരിത കേരളം പദ്ധതി എന്നുള്ള ഒരു പദ്ധതി തന്നെയുണ്ട്. ഹരിത കേരളം പദ്ധതി നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് 3 പദ്ധതികളാണ് നവകേരള മിഷനായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് എന്ത്, ഹരിത കേരളം. ഇനി 2 ബാക്കിയുണ്ട്, അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തണം. ഓക്കെ, അത് എനിക്കറിയാം. ഒന്ന് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, മറ്റൊന്ന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നവകേരള മിഷൻ, ഓക്കെ, അത് രാഷ്ട്രീയ പ്രൊജക്ട് ഒന്നല്ല, കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട മിഷനിൽ ഒന്നാണ് നവകേരള മിഷൻ. നവകേരള മിഷനിൽ 3 പ്രൊജക്ടുകളാണ് നടക്കുന്നത്. ഓക്കെ, ആയിഷ പറഞ്ഞ ഒന്ന് ആർദ്രം പ്രൊജക്ട് ആണ്. അതെ, തീർച്ചയായിട്ടും ഇനി ഒരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്. നിങ്ങൾ ആ പ്രോജക്ട് നവകേരള മിഷൻ നിർബന്ധമായിട്ട് നോക്കി പോകണം. ചോദ്യ പേപ്പറുകളിൽ ഡിഗ്രി ആണെങ്കിൽ ശരി, മറ്റ് +2 ആണെങ്കിൽ ശരി, 10th ലെവൽ ആണെങ്കിൽ ശരി, ഏത് ലെവലിലെ എക്സാം ആണെങ്കിലും നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ആ മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഇല്ല ആ മിഷനിലെ മറ്റ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടോ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 3 ഞാൻ പറഞ്ഞേക്കാം ഏതാണ് ചോദിക്കേണ്ടത്. ഒന്ന് ലൈഫ് മിഷൻ ആണ്, അതായത് പാർപ്പിടം ഉണ്ടാക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി. ഓക്കെ, 2 ആർദ്രം പദ്ധതിയാണ്. ആർദ്രം പദ്ധതി ഏതാണ്, സർക്കാർ ഹോസ്പിറ്റലുകൾ, പൊതു ഹോസ്പിറ്റലുകൾ എല്ലാവർക്കും ഉപയോഗപ്രദമാക്കാനുള്ള രീതിയിലുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഓക്കെ, 3ാമത്തെ പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ഈ 3 പദ്ധതികൾ പ്രധാനപ്പെട്ടാണ്, നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്കീമുകൾ, അതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഓക്കെ, ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെയുള്ള അത് എടുത്തു ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. ഈ 3 നവകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ, ഈ 3 പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം. ഏതൊക്കെയാണ്, ആർദ്രം പദ്ധതി, ലൈഫ് മിഷൻ, അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതി. ഓക്കെ, അപ്പൊ അതോടുകൂടി ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റ് നമ്മുടെ ഇവിടെ അവസാനിച്ചു. 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, ഇതിലെ ഡൗട്ടുകളൊന്നും വിചാരിക്കും. 2ാമത്തെ ചാപ്റ്റർ നമ്മൾ കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ആണ് കഴിഞ്ഞത്. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നേ. ഓക്കെ, ഇതില് ഇത് ഈ ഒരു ആദ്യത്തെ കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് ആദ്യം ഭൂമിശാസ്ത്ര ഉത്ഭവത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആദ്യം ഇവർ ചിന്തിച്ചതാണ് ഭൂമി പരന്നതാണെന്ന ചിന്തയായിരുന്നു. അതായത് ഈ പറയുന്ന പോലെ ഒരു ഉരുണ്ടതാണെന്നുള്ള, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണെന്ന ചിന്ത ആദ്യം ഇവിടെ മനുഷ്യനില്ലായിരുന്നു. ഇവിടെ എന്താണ്, ഓവൽ എന്ന പരന്നിരിക്കുകയാണ് എന്നൊരു ചിന്താഗതി ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെയാണ് മാറിയത്, ആ മാറിയതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മഗല്ലൻ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കുന്ന കപ്പലിൽ ചുറ്റി സഞ്ചരിക്കുന്നു. അതുവഴി ഏതാണ്, അത് എവിടുന്ന് ആരംഭിച്ച, സ്പെയിനിൽ നിന്ന് ആരംഭിച്ച അത് അവിടെ തന്നെ തിരിച്ചെത്തും. അതിനർത്ഥം എന്താണ്, ഭൂമി ഉരുണ്ടതാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. 2ാമതൊരു വ്യക്തിയാണ് കോപ്പർനിക്കസ്. അദ്ദേഹം ഇത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അങ്ങനെ അത് ഭൂമി ഉരുണ്ടതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർ എത്തുന്നു. ഇപ്പൊ ഇതാ ഈ ഒരു ചരിത്രമാണ് പറയുന്നത്. PSC പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിലൊക്കെ കുറെ വിവാദം ഉണ്ടായുള്ള കാര്യങ്ങളാണ് അല്ലെ. കോപ്പർനിക്കസ് അങ്ങനെ ഭൂമി ഉരുണ്ടതാണ്, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്നൊരു കൺസെപ്റ്റ്, സൗരയൂഥം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ അതായത് പിടിച്ച് ജയിലിലിട്ടതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് നമ്മൾ PSC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടത് നോക്കേണ്ടത് കളിക്കാം, പഠിക്കാം. ഓക്കെ, ഇത് നമ്മളെ കുറിച്ചല്ല, ചെറുപ്രായത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഇതൊന്നും ആവശ്യമുള്ളതല്ല. ഓക്കെ, ഭൂമിയിലെ വരകൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങളുണ്ട്. ഭൂമിയിലെ വരകൾ, അക്ഷാംശ രേഖകളും അതുപോലെ തന്നെ രേഖാംശങ്ങളും. ഓക്കെ, അക്ഷാംശങ്ങളും രേഖാംശങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ നിങ്ങൾ നോക്കിയറിയാം. അതായത് ഇക്വേറ്റർ അല്ലെ ഭൂമധ്യ രേഖ, അത് ഏതെന്നുള്ളത് താഴേക്ക് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയുള്ള അക്ഷാംശ രേഖകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടാണ് അക്ഷാംശ രേഖകൾ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം. അക്ഷാംശ രേഖകളും രേഖാംശങ്ങളും ഇത് പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഓക്കെ, അതായത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്, ഇക്വേറ്റർ എന്നുള്ള ഭൂമധ്യ രേഖ എന്നുള്ള. ഞാൻ വരുന്ന വഴിക്ക് പറയാം, ഇതിൽ തന്നെ ഉണ്ട്. ഭൂമിശാസ്ത്രം പഠിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല.
ഇവിടെ അക്ഷാംശ രേഖ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഓക്കെ, കോണീയ അകലം. നിങ്ങളത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടുത്തെ വേർഡുകളൊന്നും ഓർക്കണ്ട. ഇവിടെ എന്താണിത്? ഈ കാണുന്നതാണ് എന്ത്? അക്ഷാംശ രേഖകൾ. ഓക്കെ, അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അക്ഷാംശ രേഖ. അതായത് ഭൂമധ്യ രേഖ എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖയാണോ രേഖാംശമാണോ? അക്ഷാംശമാണോ രേഖാംശമാണോ? ഭൂമധ്യ രേഖ. ഇത് കണ്ടു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഭൂമധ്യ രേഖ ഏതാണ്? ഭൂമധ്യ രേഖ ഏതാണ്? ഭൂമധ്യ രേഖ, ഇക്വേറ്റർ. ഇക്വേറ്റർ അക്ഷാംശമാണോ രേഖാംശമാണോ? ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും അറിയാം അക്ഷാംശമാണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തുന്നാ മതി, അക്ഷാംശമാണ്. ഓക്കെ, ഇനി അച്യുതൻ ഉത്തര ധ്രുവം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും അറിയാം, ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉത്തര ധ്രുവം അതുപോലെ തന്നെ ധ്രുവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള PC മുസ്തഫ ഞാൻ പറഞ്ഞു വരികയാണ്. നമ്മൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, SC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജോഗ്രഫിയുടെ ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, ജോഗ്രഫിയുടെ ക്ലാസ്സിൽ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള PC ചോദിച്ച ഏറ്റവും കൂടുതൽ ചോദ്യം ദക്ഷിണ ധ്രുവത്തിൽ ആര് ജീവിക്കുന്നു, ഉത്തര ധ്രുവത്തിൽ ആര് ജീവിക്കുന്നുള്ളതല്ല. ഇവിടെ എന്തുണ്ട്? ഇന്ത്യയുടെ മിഷൻ സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യയുടെ മിഷൻ സ്റ്റേഷൻ. ഓക്കെ, അതായത് ദക്ഷിണ ഗംഗോത്രി എന്നുള്ള മിഷൻ സ്റ്റേഷൻ എവിടെ ഉണ്ടായിരുന്നതാണ്? ആ പേര് തന്നെ ഉണ്ട്, ദക്ഷിണ ഗംഗോത്രി എന്നുള്ള അടച്ചുപൂട്ടിയ സ്റ്റേഷൻ. ഓക്കെ, അതായത് ഇവിടെ സൗത്തിൽ ഉണ്ടായിരുന്നു, ദക്ഷിണ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. ഇന്ത്യൻ റിസർച്ച് സ്റ്റേഷൻസ്, ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ ദക്ഷിണ ഗംഗോത്രി അത് അടച്ചുപൂട്ടപ്പെട്ടു. ഭാരതി മൈത്രി എന്ന് പറഞ്ഞ സ്റ്റേഷൻസ് ഒക്കെ എവിടെയാണുള്ളത്? ദക്ഷിണ ധ്രുവത്തിൽ, അതായത് സൗത്ത് പോളിൽ. സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ എന്താണ്? അന്റാർട്ടിക്ക എവിടെയാണ് കാണപ്പെടുന്നത്? ഇവിടെയാണ് അന്റാർട്ടിക്ക കാണപ്പെടുന്നത്, ഇവിടെയാണ് ഉണ്ടാകുക. ഇനി ഉത്തര ധ്രുവം എന്ന് പറയുമ്പോൾ എന്താണ്? ഉത്തര ധ്രുവം എന്ന് പറയുന്നത് നോർത്ത് പോൾ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ദക്ഷിണ ധ്രുവത്തിലേക്ക്, അതായത് സൗത്ത് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഏതാണ്ട് അന്റാർട്ടിക്ക ഉണ്ടാകുക. അന്റാർട്ടിക്ക എന്നുള്ളത് എന്താണ്? ഒരു ഐസി കോണ്ടിനെന്റ് ആണ്, ജനവാസമില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ്. പെൻഗ്വിൻസ് മാത്രം അധിവസിക്കുന്ന ഒരു ഭൂഖണ്ഡമാണ്. അവിടെയാണ് ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം, ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻസ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഇതിൽ പ്രധാനമാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഇത് നിങ്ങൾ ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ നോക്കി വെക്കണം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ ഏഷ്യയിലൂടെ ഏത് രാജ്യത്തൂടെ കടന്നു പോകുന്നത്? ഏഷ്യയിലെ ഏത് രാജ്യത്തൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? ഓക്കെ, ഞാൻ പറയാം, സമയമില്ലാതെ. ഇന്തോനേഷ്യയിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ മേഖലകളിലൂടെ ഭൂമധ്യരേഖകൾ കടന്നു പോകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ആമസോൺ കാടുകളിൽ, അതായത് സൗത്ത് അമേരിക്കയിലെ ആമസോൺ കാടുകളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ആ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യയിലെ രാജ്യങ്ങളൊന്ന് നോക്കി വെക്കേണ്ടതാണ്. ഇനി ഉത്തര ധ്രുവത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നോർവേ, ഐസ്ലാൻഡ് ഇതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഏരിയയാണ്. കാനഡയുടെ ഒക്കെ മോൾ ഭാഗം. ഓക്കെ, ഇന്ന് കാനഡ എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം ഒന്നെങ്കിൽ നമ്മുടെ അതെ, ഗണേഷ് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 ആണ് പറഞ്ഞത്. ഞാൻ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തല്ലോ. ചാപ്റ്റർ 1 നമ്മൾ കേരള ഭൂമിശാസ്ത്രം പറഞ്ഞു, ഇതിൽ നമ്മൾ ആഗോള ഭൂമിശാസ്ത്രമാണ് പറയുന്നത്. അപ്പൊ ആ കാനഡയുടെ ഒക്കെ മോൾ വശം, ഓക്കെ, കാനഡയിലൊക്കെ നമ്മുടെ ആളുകളുണ്ടാവും, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് കാനഡയുടെ മോൾ വശം, അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന റെയിൻഡിയേഴ്സ് ഒക്കെ അധിവസിക്കുന്ന എസ്കിമോസ്, ഇവിടെ ജീവിക്കുന്ന ഒരു ജനങ്ങളെ പറയുന്ന എസ്കിമോസ്, അവർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയും ഈ ഇടയ്ക്ക് നോർവേയിൽ ഇന്ത്യ ഒരു റിസർച്ച് സ്റ്റേഷൻ ആരംഭിച്ചിട്ട് ഈ റിസർച്ച് സ്റ്റേഷൻ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. അക്ഷാംശ രേഖകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അക്ഷാംശം, രേഖാംശവും കാര്യങ്ങളും ഇവിടെ പറയുന്നു. ഓക്കെ, അങ്ങനെ ഭൂമധ്യരേഖ ലോകത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഉത്തരാർദ്ധഗോളവും അതുപോലെ ദക്ഷിണാർദ്ധഗോളം. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയർ ആൻഡ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറും നോർത്തേൺ ഹെമിസ്ഫിയറും. ഭൂരിഭാഗം ലോകരാജ്യങ്ങൾ എവിടെയാണുള്ളത്? ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇവിടെ നോക്കുക, ഇതാണ് ഉള്ളത്. ഇതില് ഭൂമധ്യരേഖയുടെ നോർത്തിലേക്കാണ് ഭൂരിഭാഗം ലോക രാഷ്ട്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അതിന്റെ സൗത്തിലേക്ക് നമ്മൾ കാണുന്ന ലോക രാജ്യങ്ങൾ വളരെ കുറവാണ്. സൗത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ദക്ഷിണത്തിലേക്ക് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന്
ഒരു ഓസ്ട്രേലിയ ആണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും എന്താണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അന്റാർട്ടിക്ക ഇങ്ങനെയുള്ള ഏരിയകളാണ്. ഭൂമധ്യരേഖയുടെ താഴേക്ക് വരുന്നത് പിന്നെ ഏതാണ്? ആമസോൺ കാടുകൾക്ക് താഴേക്ക് ബ്രസീലിൽ കൂടെ കടന്നു വന്നു. ബ്രസീലിന് താഴെ അർജന്റീന ആ പ്രദേശമാണ്. പിന്നീട് നമുക്ക് ദക്ഷിണാർത്ഥ ഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിക് ആണ്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിക് ആണ്. ആസിയ അതാണ്. ഓക്കെ, ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ ഇനി ആളുകൾ ഇനി അതിന്റെ പേര് ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ കണ്ടുപിടിക്കും. ഇവിടെ ദക്ഷിണ ധ്രുവത്തിലുള്ളത് ഭാരതി, മൈത്രി എന്നിവയാണ്. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിലുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷന്റെ പേര് ഇപ്പോൾ നിലവിലുള്ളതൊക്കെയാണ് ഭാരതി, മൈത്രി എന്നിവയാണ്. ഭാരതി, മൈത്രിയാണ്. ഓക്കെ, ഇനി നോർത്തേൺ ധ്രുവത്തിലുള്ളതോ ഹിമാദ്രി. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കണം. ഓക്കെ, എല്ലാം ഇവിടുന്ന് ഇതേപോലെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഞാൻ പറയാം ഇന്ത്യ റിസർച്ച് സ്റ്റേഷൻ ഉള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. നമ്മൾ ഇതാണ് ചോദ്യം വന്നത് നമ്മുടെ ചോദ്യ പേപ്പറുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. ഹിമാദ്രി, ഭാരതി മൈത്രി എന്നുള്ളത് ഇവിടെ അന്റാർട്ടിക്ക പ്രദേശത്തും, ഹിമാദ്രി എന്നുള്ളത് ഇവിടെ ഉത്തര ധ്രുവത്തിലാണ്. ഹിമാദ്രി എന്ന് പറയുന്നത് എക്സാക്ട്ലി നോർവേയിലാണ്. നോർവേ. ഓക്കെ, മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ് കോവിന്ദ്, അദ്ദേഹമാണ് അത് പോയി ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഹിമാദ്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രേഖാംശങ്ങളിലേക്ക് വരാം. രേഖാംശങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും നോക്കാം. ഓക്കെ, മറ്റ് പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ കാണില്ല. ഞാൻ ചോദ്യങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം പണ്ടൊക്കെ കറക്റ്റായിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തെന്നുള്ളത് റിപ്പീറ്റഡ് ആയ ചോദ്യമായിരുന്നു. അതായത് 68 ഡിഗ്രി കിഴക്ക്, അതുപോലെ 98 ഡിഗ്രി കിഴക്കിന്റെ ഇടയ്ക്കാണ് അത് വരുന്നത്. അപ്പൊ ആ ഒരു സ്ഥാനം എന്നുള്ളത് ഇന്ത്യയുടെ സ്ഥാനം ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് നേരത്തെ ഉള്ള PSC പരീക്ഷ ചോദിക്കരുത്. ഇപ്പൊ അത് കണ്ടിട്ടില്ല. കാരണം എന്താണ്? ഇതൊരു മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഓർമ്മശക്തി പരീക്ഷ രീതിയിലുള്ള കാര്യം ആയതുകൊണ്ടാണ്. കൂടുതലും ഇപ്പോൾ വരുന്നത് സർക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ പദ്ധതികളുണ്ട്, അത് ചോദിക്കാം. അതല്ലെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ ഞാൻ പുതിയ രീതി 2019 ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ഇതിൽ കണ്ടത് ഓക്കെ ഓക്കെ പുതിയ അസ്തമയം ഇക്കാര്യങ്ങൾ ഇവിടെ പറയുന്നു. മാറുന്ന കാലങ്ങൾ ഇക്കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഓക്കെ, പക്ഷെ അതൊന്നും അത്ര പ്രധാനപ്പെട്ട കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ലീപ് ഇയറിനെ കുറിച്ച് പറയുന്നു. ലീപ് ഇയർ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഭൂമിശാസ്ത്രത്തിലല്ല, ഇത് വരുന്നത് മാത്സിലാണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ മാനസിക ശേഷിയിലാണ്. നമ്മൾ കലണ്ടർ പഠിക്കും. കലണ്ടറിൽ ലീപ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് ആ സമയത്താണ്. അല്ലാതെ ഇവിടെ ഭൂമിശാസ്ത്രത്തിൽ ഇതുവരെ ആ ചോദ്യം കണ്ടിട്ടില്ല. ഓക്കെ, കലണ്ടറിൽ എന്താണ് വരുന്നത് ആ സമയത്ത് നമ്മുടെ അധ്യാപകൻ പറയും. ഓക്കെ, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത്ര മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. തേർഡ് ചാപ്റ്റർ ഇതും ആഗോള ഭൂമിശാസ്ത്രമാണ്. വൈവിധ്യങ്ങളുടെ ലോകം. ഓക്കെ, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഞാൻ വീണ്ടും പറയാണ്. ഇവിടെ നമ്മുടെ ഉദ്ദേശം ഭൂമിശാസ്ത്രം ക്ലാസ് അല്ല, ജസ്റ്റ് ഇതിലെ ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഇത് വെച്ച് തന്നെയാണ് മാഡം ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകൻ ക്ലാസ് എടുക്കുക. അതിൽ കറക്റ്റ് ആയിട്ട് പറയും. ഓക്കെ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ലോക ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, മഴ ഒഴിയാത്ത ഉഷ്ണഭൂമി. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ട്രൈബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിഗ്മി ട്രൈബിനെ നമ്മൾ കാണുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? പിഗ്മികളുടെ ഭൂഖണ്ഡങ്ങൾ, അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് നമ്മൾ പിഗ്മികളെ കാണുക. അത് ഇവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ടാകും ആഫ്രിക്കയെ കുറിച്ച്. പിഗ്മി ട്രൈബ് അല്ലെ പിഗ്മി ആദിവാസി ഭാഗത്ത് നമ്മൾ കാണുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ആഫ്രിക്കയിലാണ് ഇവിടെ കാണുക. ഓക്കെ, ഇനി അതെ ഇവിടെ ഉണ്ട്, ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ്. ഓക്കെ,
ഇത് ചോദിച്ചിട്ടുണ്ട്. പിഗ്മികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ ഏരിയ ആണ്. കോങ്കോ, അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഈ കോങ്കോ ഏരിയ ആണ് പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓർത്ത് വെക്കാനുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ നിലമ്പൂർ MLA പേര് ഓർമ്മയുണ്ടാവും. അല്ല, ഇനി ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ നിലമ്പൂർ MLA അതാണ് PV അൻവർ. അദ്ദേഹം സ്വർണ്ണഖനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സിയറ ലിയോൺ എന്നുള്ള പ്രദേശത്ത് പോയിരുന്നു, അല്ലെ? സിയറ ലിയോൺ രാജ്യത്ത് പോയിരുന്നു സ്വർണ്ണഖനി ഇതായിട്ട്, അവിടെ മൈനിങ്ങിനായിട്ട്. അപ്പൊ അതുമായിട്ട് അതിന്റെ അടുത്ത് നിൽക്കുന്ന മറ്റു രാജ്യമാണ് കോങ്കോ. ആ കോങ്കോയിലാണ് ആരുള്ളത്? പിഗ്മികളുള്ളത്. ഓക്കെ. ഇനി ഈ ഒരു പ്രദേശത്തിന്റെ കാര്യങ്ങളോട് പറയുന്നു. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം. ഓക്കെ, ആ ഒരു ഫോറസ്റ്റിന്റെ പേരാണ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ പറയുന്നത് കോങ്കോ നദീതടത്തിന്റെ പ്രത്യേകതയാണ്. ചില സവിശേഷതകൾ, കോങ്കോ നദീതടത്തിലെ സവിശേഷതകളാണ് അത്ര പ്രധാനപ്പെട്ട അല്ല. ഓക്കെ, ഇനി മറ്റുള്ള തെക്കേ അമേരിക്കയാണ് ആമസോൺ നദീതടം. ആമസോൺ നദീതടം തെക്കേ അമേരിക്കയിലാണ്. ഇത് പറഞ്ഞു വരുന്നതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏരിയയിലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ആഫ്രിക്കയിലെ ഏരിയയാണ് കോങ്കോ ഏരിയ. അവിടെയാണ് നമ്മൾ ആരെ കാണുന്നത്? കോങ്കോ പിഗ്മികളെ കാണുന്നത്. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകൾ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ പ്രദേശങ്ങളിലൂടെയും പ്രത്യേകിച്ചും ഇന്തോനേഷ്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നു. അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? കോമൺ ആയിട്ട് പറഞ്ഞാൽ അവിടെ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും. ഈ ആഫ്റ്റർനൂണിൽ വലിയ ശക്തമായിട്ടുള്ള കാലവർഷം ഉണ്ടാവും. മാത്രമല്ല അവിടെ ഇടതൂർന്ന വനങ്ങൾ, ആമസോൺ കാടുകൾ ഇടതൂർന്ന, അങ്ങനെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമ്പോൾ എന്താണ് കൂടുതൽ അവിടെ വനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് നല്ല മഴ കിട്ടുന്നു, മരങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ അവിടെ ഇടതൂർന്ന ഫോറസ്റ്റുകൾ, ആമസോൺ കാട്ടിലൊക്കെ പെട്ടുപോയാൽ തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. അല്ലെ, നമ്മൾ ഒരു 6 മാസം മുന്നെയാണ് ഒരു വിമാനം തകർന്നു വീണ് 4-5 കുട്ടികൾ, അമ്മ മരിച്ചു, 4-5 കുട്ടികൾ ആമസോൺ കാട്ടിൽ എവിടെയോ പെട്ടുപോയി. എന്നിട്ട് ആ കൊളംബിയയിലുള്ള ബ്രസീൽ അടുത്തുള്ള സൈന്യം തെരഞ്ഞ ആ കുടുംബത്തെ കണ്ടെത്തുന്ന, ആ കുട്ടികളെ കണ്ടെത്തുന്നൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ ഇടതൂർന്ന വനങ്ങൾ എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ്ഗങ്ങൾ, ഇങ്ങനെ ഇടതൂർന്ന വനങ്ങളാണ് ഈ ഒരു ഭൂമധ്യരേഖ പോകുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത. മറ്റുള്ള വൈവിധ്യമാർന്ന ജന്തുക്കളും ആ ഏരിയയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അതായത് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ, ഇടിമിന്നലോട് കൂടി മഴ. ഇതൊക്കെ ഈ ഒരു ഭൂമധ്യ രേഖാ പ്രദേശങ്ങളുടെ പ്രത്യേകതകളാണ്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ 3 പ്രത്യേകതകളാണ് അത്. ഓക്കെ, ഇത് ഒരു സിവിൽ സർവീസ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിൽ അതേപോലെ തന്നെ ചോദിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. സിവിൽ സർവീസിൽ ഡിഗ്രി ലെവലിൽ ചിലപ്പോൾ ചോദിക്കാം, ഡിഗ്രി ലെവലിൽ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ 10th ലെവലിലോ LGS ലെവലിലോ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യ കുബു, ദയാക് എന്നീ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ അധിവസിക്കുന്നവരാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ടത് പിഗ്മികളാണ്. ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പിഗ്മികളാണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രദേശത്തുള്ള 10 ഡിഗ്രി ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലുള്ള പ്രദേശമാണ് എന്തറിയപ്പെടുന്നത്? മധ്യരേഖ കാലാവസ്ഥ മേഖല, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി മുകളിലും 10 ഡിഗ്രി താഴെ, 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത്, അതാണ് എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ആ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. കാരണം അവിടെയാണ് എന്തൊക്കെയാണ് അവിടെ പ്രത്യേകതകൾ? ഉയർന്ന അന്തരീക്ഷ താപം, 2 ഉച്ച കഴിഞ്ഞ് ഇടിമിന്നലോട് കൂടിയ മഴ, ഇങ്ങനെ കറക്റ്റ് എല്ലാ ദിവസവും മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ വനങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് എത്തി. അതാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ഈ ഒരു ഇക്വറ്റോറിയൽ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വറ്റോറിയൽ ഫോറസ്റ്റിൽ കാണുന്ന മരങ്ങൾ ഏതൊക്കെയുള്ളതാണ്? അതായത് മഹാഗണി, എബണി, റോസ്വുഡ്. മഹാഗണി, എബണി, റോസ്വുഡ് ഇത് മധ്യരേഖ കാലാവസ്ഥ മേഖലകളുടെ സവിശേഷതയാണ്. മധ്യരേഖ കാലാവസ്ഥ മേഖലകളിലാണ് നമ്മൾ ഇത് കാണപ്പെടുന്നത്. മഹാഗണി, എബണി, റോസ്വുഡ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് നിരന്തരം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഇടയ്ക്ക് താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിക്കും. ഇതിന്റെ ഇടയ്ക്ക് തേക്കും ഉണ്ടാവും, ചന്ദനം ഉണ്ടാവും. തേക്കും ചന്ദനം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. തേക്കും ചന്ദനം നിത്യഹരിത പ്രദേശങ്ങളല്ല കാണുന്നത്. ഓക്കെ, പക്ഷേ എബണി, മഹാഗണി, റോസ്വുഡ് എന്നുള്ളത് ഈ പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നിത്യഹരിത വനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് മഹാഗണി, എബണി, റോസ്വുഡ് എന്നിവയാണ്. നിങ്ങൾ നോക്കി വെക്കണം.
ഇനി അവിടെ കാണുന്ന കുറച്ച് ജീവികളുടെ കാര്യങ്ങൾ കുറച്ച് ലെമർ, ഒറാങ് ഊട്ടാൻ, ആൾക്കുരങ്ങ് എന്നൊക്കെ ഉള്ളത് അത്ര പ്രധാനമൊന്നുമല്ല. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആമസോൺ ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആമസോൺ കാടുകൾ ഉള്ള, ഇത് നിങ്ങളുടെ ഒരു ഹോംവർക്ക് ആണ്, നിങ്ങൾ നോക്കണം. നമുക്ക് 5:15 അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേണം. ആമസോൺ കാടുകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെ? 1-2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീലും അർജന്റീനയും അതുപോലെ കൊളംബിയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ലോക ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ കാടുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നത് കൃത്യമായിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇനി മണൽപ്പരപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട അതായത് ഡെസേർട്ട് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഡെസേർട്ട് എന്നുള്ള ആ ഒരു ഭൂപ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞു? ഇപ്പൊ വരെ പറഞ്ഞത് ഭൂമധ്യരേഖയിലുള്ള നിത്യഹരിത വനങ്ങളെ കുറിച്ചാണ്. ഇനി പറയുന്നത് ഡെസേർട്ടുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇതേപോലെ തന്നെയാണ് കാലാഹാരിയിലെ ബുഷ്മൻ. ഇവര് ഏതാണ്? കലാഹാരി ഡെസേർട്ട്, കലാഹാരി മരുഭൂമിയിലെ ബുഷ്മൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ. ഇതും ആഫ്രിക്കയിൽ തന്നെയാണ് കലാഹാരി. അവിടെ കാണപ്പെടുന്ന ഒരു ഗോത്രവർഗ്ഗമാണ് ഇത് ബുഷ്മൻ. അവർ എവിടെയാണുള്ളത്? കലാഹാരി ഡെസേർട്ടിൽ. എന്നാൽ നേരത്തെ നമ്മൾ കണ്ട പിഗ്മിയോ അവർ കാണപ്പെടുന്നത് കോങ്കോ നദീതീരത്ത് അവിടെയുള്ള നിത്യഹരിത വനങ്ങളിൽ. രണ്ടും ഓർത്തിരിക്കണം. പിഗ്മിയും ബുഷ്മനും കാണുന്നത് ആഫ്രിക്കയിൽ തന്നെയാണ്. പക്ഷേ പിഗ്മി എന്നുള്ള ആ ഒരു വിഭാഗത്തെ കാണുന്നതാണ് കോങ്കോ നദീതടത്തിലാണ്, ഒരു വനത്തിലാണ്. ഇവരോ ബുഷ്മൻ എന്നുള്ള ഈ വിഭാഗങ്ങളോ ഇവരും ആഫ്രിക്കയിൽ തന്നെയാണ്, പക്ഷെ ഇവരും മരുഭൂമിയിലാണ്. ഓർത്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് റിപ്ലീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കി അവിടെ കുറെ വംശജരൊക്കെ പറഞ്ഞിട്ട് സഹാറയിലെ വംശജർ, പക്ഷെ ആവശ്യമില്ല, നിങ്ങൾ നോക്കി വെക്കണം. ബുഷ്മൻ ചോദ്യം റിപ്പീറ്റ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇവിടെ മരുഭൂമികളുടെ പേര് എഴുതിയിട്ടുണ്ട്. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? നോക്കണം. കൽഹാരി മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? നോക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് ആഫ്രിക്കയാണ്. ഓക്കെ, അറേബ്യൻ മരുഭൂമി, താർ മരുഭൂമി ഇന്ത്യയിലുള്ളത്, ഗ്രേറ്റ് ആസ്ട്രേലിയൻ മരുഭൂമി, അറ്റക്കാമ ഡെസേർട്ട് എവിടെയാണ്? ഏത് ഭൂഖണ്ഡത്തിലാണ്? സൗത്ത് അമേരിക്ക അല്ലെ? സൗത്ത് അമേരിക്കയിലാണ് അറ്റക്കാമ ഡെസേർട്ട് ഉള്ളത്. ഓക്കെ, മൊഹാവ് ഡെസേർട്ട് ഉള്ള ഇസ്രായേൽ ആ ഒരു പ്രദേശത്തുള്ള ഒരു ഡെസേർട്ട് ആണ്. അത്ര പ്രധാനമല്ല. പക്ഷെ ഈ 4-5 നിങ്ങൾ നോക്കണം, ഏത് രാജ്യത്താണ്, ഏത് ഭൂഖണ്ഡത്തിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതിൽ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതെല്ലാം മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവികളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി മരുഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രദേശമാണ് മരുപ്പച്ചകൾ. പക്ഷെ അതൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നൈൽ. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റാണ്. നൈലിനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നൈലിന്റെ ഉത്ഭവം എവിടെയാന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചിട്ടുണ്ട്. 2, ഇവിടെ നൈലിനെ നമ്മൾ കാണാം ബ്ലൂ നൈൽ അതുപോലെ വൈറ്റ് നൈൽ എന്ന് 2 ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലൂ നൈലും വൈറ്റ് നൈലും ഒരുമിച്ച് നൈലായി മാറുന്നത് കാർട്ടൂമിൽ വെച്ചാണ്. സുഡാനിലെ കാർട്ടൂമിന് ശേഷമാണ് അത് അങ്ങനെയായി മാറുന്നത്. ഇനി ഈ നൈൽ നദിയുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ, ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഡാമാണ് അസ്വാൻ ഡാം. ഈജിപ്തിനെ ആ ഒരു മരുഭൂമിയായ ഈജിപ്തിനെ, മൊഹാവ് ഡെസേർട്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ മൊഹാവ് ഡെസേർട്ട് ഈജിപ്തും ഇസ്രായേലൊക്കെ ഉണ്ട്. അങ്ങനെ മരുഭൂമിയായ ഈജിപ്തിനെ മരുപ്പച്ചയാക്കി മാറ്റുന്നതാണ് അസ്വാൻ ഡാം. കാരണം അസ്വാൻ ഡാമിലാണ് നൈലിനെ തടഞ്ഞു നിർത്തി അത് ഒന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും അതുപോലെ തന്നെ അവിടെയുള്ള ഇറിഗേഷൻ അത് ഉപയോഗിക്കുന്നത്. അസ്വാൻ ഡാം വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, നിങ്ങൾ വന്നിട്ടുള്ളതാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ മരുപ്രദേശത്ത് ഇപ്പൊ എന്താണ് സൗദി അറേബ്യ പോലുള്ള പ്രദേശങ്ങൾ, റിയാദ് പോലുള്ള പ്രദേശങ്ങൾ വളരെ സമ്പന്നമാണെന്ന് അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഓയിൽ എണ്ണ കണ്ടതിന് ശേഷം എന്തായി മാറി? അത് വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയ ആയി മാറി. ഓക്കെ, ഈ അറേബ്യൻ ഡെസേർട്ട്. ഓക്കെ, ഇനി മറ്റു നോക്കണം. മരുഭൂമിയിലെ കപ്പൽ ഒട്ടകമാണ്, പക്ഷെ അതൊന്നും ചോദിക്കില്ല, പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന അടുത്തൊരു പ്രദേശമാണ് എന്ത്? മഞ്ഞുരുകാത്ത നാട്ടിൽ. ഓക്കെ, മഞ്ഞുരുകാത്ത നാട്ടിൽ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്ക, ആർട്ടിക് പ്രദേശങ്ങളാണ്. നമ്മളിവിടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ നോർത്ത് പോളിലെ ഏരിയ ആണ്. നോർത്ത് പോളിൽ നമ്മൾ കാനഡയുടെ മുകൾ ഭാഗം, ഐസ്ലാൻഡ്, നോർവേ, ഈ ഏരിയയിൽ ഫുൾ ടൈം 6 മാസം രാത്രിയൊക്കെ 6 മാസം പകരമായിരിക്കും. പാതിരാസൂര്യന്റെ നാട്ടിലെന്നുള്ള പേരിലൊക്കെ കൃതികളിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ അധിവസിക്കുന്ന ജനവിഭാഗത്തിന്റെ പേരാണ് എന്ത്? എസ്കിമോസ്. അവരുണ്ടാക്കുന്ന ആ ഒരു മഞ്ഞ് വീടുകളാണ് ഇത് ഈഗ്ലു. ഓക്കെ, ഇവിടെ അത് പറയുന്നത് ഇനൂട്ട് എന്നുള്ള വിഭാഗം എന്ന് പറയുന്നത് ഇനൂട്ട് ഗോത്രവർഗ്ഗക്കാർ. കോമൺ ആയിട്ട് അവരെ പറയുന്ന പേരാണ് എസ്കിമോസ്. അതുപോലെ മറ്റൊരു ഇനൂട്ട് ഗോത്രവർഗ്ഗക്കാർ അവരുണ്ടാക്കുന്നതാണ് ഈഗ്ലു എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്നത്. ഇനി ഓക്കെ, ഈ ഒരു ഇനൂട്ട് അല്ലെങ്കിൽ എസ്കിമോയുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്നും ഇവിടെ കാണാം. ഓക്കെ,
ഈ ഒരു മേലെ കാണുന്ന ഒരു ആദിവാസ വ്യവസ്ഥയെ നമ്മൾ അറിയപ്പെടുന്നത് തുന്ദ്ര റീജിയൻ എന്നാണ്. ടുണ്ട്ര റീജിയൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ടുണ്ട്ര റീജിയന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മഞ്ഞു മൂടി കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അധിക രീതിയിലുള്ള ഒരു മരങ്ങളോ മറ്റോ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. നമ്മള് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഭൂമധ്യരേഖയിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ഇടതൂർന്ന മരങ്ങൾ അവിടെ കാണാം, ഇടതൂർന്ന വനങ്ങൾ അവിടെ കാണാം. എന്നാൽ അത് കാരണം എന്താണ്, അവിടെ ഉച്ച കഴിഞ്ഞ് ശക്തമായിട്ടുള്ള മഴയുണ്ട്, നല്ല സൺലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം ഉണ്ട്, കൊണ്ട് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ 6 മാസം രാത്രി 6 മാസം പകലാണ്. അപ്പൊ അതുകൊണ്ട് സൂര്യപ്രകാശം കുറവാണ്, മറ്റ് അനുകൂല കാലാവസ്ഥ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ 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 വൃക്ഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ വൃക്ഷങ്ങൾ, ചെറിയ കുറ്റി ചെടികൾ മാത്രമേ, ഫേൺസ് എന്നാ പറയാ. അങ്ങനെയുള്ള ഇത് മാത്രം. അതാണ് തുന്ദ്ര മേഖല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഇവിടെ മറ്റൊരു ഏരിയ. ഓക്കെ, അതിൽ ധ്രുവക്കരട്, തിമിംഗലം, റെയിൻഡിയർ, നീർനായക ഇവിടെ കാണുന്നു. പ്രധാനപ്പെട്ട ഒന്നല്ല. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഏരിയ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഉഷ്ണമേഖല. ഉഷ്ണമേഖല എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിന്റെ ആ ഒരു 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്, ഇതാണ് ഉഷ്ണമേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതിന്റെ മുകളിൽ അറിയപ്പെടുന്നത് മിതോഷ്ണ മേഖല, ഏറ്റവും മുകളിൽ ശൈത്യമേഖല. ശൈത്യമേഖലയിലാണ് നമ്മൾ പോളാർ ഏരിയ എന്ന് പറയുന്നത്. പോളാർ ഏരിയ, ശൈത്യമേഖല എന്നുള്ളത് എന്താണ്, പോളാർ ഏരിയ ആണ്. ഓക്കെ, പോളാർ ഏരിയ ആണ് ശൈത്യമേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഇതിലെ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു SCERT ഏത് PSC വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം SCERT വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ ഏത് എക്സാം എഴുതിയിരിക്കാം, LGS ആവാം, LDC ആവാം, +2 ആവാം, ഡിഗ്രി ലെവൽ ആയിരിക്കാം. SCERT വിട്ട് നിങ്ങൾ മറ്റൊരു ബുക്കുകളിലേക്ക് പോകരുത്. ആദ്യം SCERT പഠിക്കുക, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. അപ്പൊ ഇതിനു വേണ്ടി ആദ്യം നിങ്ങൾ നോക്കേണ്ടതാണ്, ഒന്ന്, ഞാനിപ്പോൾ ഈ പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്നത്, ഒന്ന് സിലബസ് നിങ്ങൾ നോക്കണം. ഒന്ന് സിലബസ് അടിസ്ഥാനത്തിൽ. പിന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങൾ. മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 2019 ശേഷമുള്ള മുൻവർഷ ചോദ്യം, ഇത് നോക്കണം. മൂന്നാമത്തെ കാര്യം, അത് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ SCERT വരണം. അങ്ങനെയെങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് പ്രധാനം, ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിക്കേണ്ടതെന്ന്. ഓക്കെ, ആ ഒരു ഫോക്കസ് വെച്ചാണ് ഞാനിവിടെ പറയുന്നത്. സിലബസ്, മുൻവർഷ ചോദ്യങ്ങൾ വെച്ചാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞു, മൂന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ഞാൻ ഒരു 5-10 മിനിറ്റ് അധികം എടുക്കും ഇതൊന്ന് പറഞ്ഞു തീർക്കാനുള്ളതുകൊണ്ടാണ്. 5, കാരണം ഇപ്പോൾ 6 മണി ആറായി. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ തന്ന 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കുറെ പേരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട്, കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടേക്ക് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് അശ്വിൻ സാർ അതിനെ അപ്ഡേറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് നോക്കുമ്പോൾ ഗോത്ര സമൂഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും അത്ര പ്രധാനമുള്ളതല്ല, കാരണം 1976 കേരളത്തിൽ ജില്ല 35 സമൂഹങ്ങളുണ്ട് എന്നൊക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ബോക്സ് ആണ്, കാരണം ബോക്സിൽ നിന്ന് എടുത്ത് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതില് കേരളത്തിലെ ഗോത്രവർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗതിക. ഓക്കെ, അത് ഇവിടെ ഉണ്ടോന്ന് ഞാൻ നോക്കാം. ഗതിക എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട്. ഗതിക. ഓക്കെ, ഒരു മൂപ്പൻ ഗ്രാമ സമൂഹം, പ്രധാനപ്പെട്ട ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നഗര സമൂഹം. ഓക്കെ, ഞാൻ ആ പേര് ഇവിടെ എഴുതാം. ഗതിക നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. വയനാട് ഭാഗത്തുള്ള ആദിവാസി സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ഒരു കലയാണ് ഗതിക. ഗോത്ര സമൂഹത്തിന്റെ കലയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആദിവാസി സമുദായത്തിന്റെ കലകൾ അതിലൊന്നാണ് ഗതിക. ഓക്കെ, ഗതികയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇതില് അത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നഗരത്തിലെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജീവിത രീതികൾ, ഗോത്ര സമൂഹം, ഗ്രാമ സമൂഹം, നഗര സമൂഹം, ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഈ ടെക്സ്റ്റിൽ ഇത്ര മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ടെക്സ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗോത്ര സമൂഹങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് ഈ ഗതികയുടെ കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഗോത്ര സമൂഹമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിലെ ഗോത്ര സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള കാര്യം, ഒരു ഗോത്ര സമൂഹത്തിൽ തരും, അവർ ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പണിയർ, ഓക്കെ, അങ്ങനെയുള്ള, അല്ലെ കുറിച്ചി വിഭാഗം ഏത് ഭാഗത്താണ്, ഏത് ജില്ലയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ,
ആ രീതിയിലുള്ള അല്ല അവർ ഏത് പ്രദേശത്താണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. കുറിച്യ എന്ന് പറഞ്ഞാൽ വയനാട് പ്രദേശത്താണ് ഇത് കഴിഞ്ഞതിൽ വന്നാണ്. കാരണം ഇതിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ആദിവാസി വിഭാഗത്തിന് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. കാരണം വയനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ട്, ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ പഴശ്ശി രാജാവിന്റെ കലാപമായിട്ട് ബന്ധപ്പെട്ടും കുറിച്യ ആദിവാസി വിഭാഗം പ്രധാനപ്പെട്ടായിരുന്നു. അത് പ്രസ്താവനയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഓക്കെ, ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണേണ്ട കാര്യം. ഇനി 5ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്റർ ഞാൻ അതിലെ ചോദ്യങ്ങൾ വരുന്ന ഏരിയ അതുപോലെ തന്നെ ഇതിൽ ചോദ്യങ്ങൾ PSC റിപ്പീറ്റഡ് ചോദിക്കുന്ന ഏരിയ, ഓക്കെ, അത് മാത്രമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഈ ഒരു ഏരിയയിൽ ഞാൻ അവിടെ ആമസോൺ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഞാൻ പിഗ്മി അതുപോലെ ബുഷ്മൻ ഇത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്താണ് ചോദ്യം വരാനുള്ള ഏരിയ മാത്രമാണ് പറയുന്നത്. ചോദ്യങ്ങൾ വന്നുള്ള റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്ന ഏരിയ മാത്രം. അത് നിങ്ങൾ പെട്ടെന്ന് നോക്കിയിട്ട് അതാണ് നമ്മുടെ എന്റെ ഉദ്ദേശം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം. ഓക്കെ, ഇതൊന്നും ആവശ്യമുള്ളതല്ല. ഇത് പെട്ടെന്ന് നോക്കാം. ആവശ്യമുള്ളതല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വായിക്കാതിരിക്കരുത്. വായിച്ചിട്ട് കഴിഞ്ഞില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഏറ്റവും അതായത് പ്രധാനപ്പെട്ടതാണ് 1992 ആദ്യ ഭൗമ ഉച്ചകോടി നടത്തപ്പെട്ടത് എവിടെ വെച്ച്? 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് ആദ്യ ഭൗമ ഉച്ചകോടി, ഓക്കെ, ഫസ്റ്റ് എർത്ത് കോൺഫറൻസ് നടക്കപ്പെടുന്നത് 1992 അതിനുശേഷം പിന്നീട് നടത്തപ്പെടുന്നത് ജോഹന്നാസ്ബർഗിൽ വെച്ചാണ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ്. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്ന അടുത്ത പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. 1972 ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് മാനവ പരിസ്ഥിതിയെ കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഓക്കെ, 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് ആ ഒരു കോൺഫറൻസ് നടത്തപ്പെടുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ അങ്ങനെയുള്ള പരിസ്ഥിതി വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതി കോൺഫറൻസ് ആണ്. ആദ്യത്തെ തന്നെ ഒരു പരിസ്ഥിതി കോൺഫറൻസ് ആണ് 1972 1972 ഇത് നടപ്പായത്. അല്ലെങ്കിൽ ആ വർഷമാണിത് നിലവിൽ വന്ന ആ വർഷമാണ് ഈ കോൺഫറൻസ് നടന്നത്. ഓക്കെ, ഈ 1972 ഈ കോൺഫറൻസ് നടന്നത് 1972 ജൂൺ 5-നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജൂൺ 5-ന് എന്തെന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് അറിയപ്പെടുന്നത്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 അറിയപ്പെടാനുള്ള കാരണം എന്താണ്? 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചൊരു കോൺഫറൻസ് നടന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സ്മിത, താങ്ക് യു. ഓക്കെ, സ്മിത, നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ഇന്ദിരാഗാന്ധി പങ്കെടുത്തു. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ സ്വീഡനിലെ ഒരു പ്രദേശമാണ്, സ്വീഡനിലെ ഒരു പട്ടണമാണ്. ഓക്കെ, അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുള്ള ഇന്ദിരാഗാന്ധി അവിടെ പങ്കെടുത്തു. അവർ തിരിച്ചു വന്നു. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഓക്കെ, ഇങ്ങനെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കും. അതിനുശേഷം തൊട്ട് വന്നപാടെ അദ്ദേഹം നടപ്പാക്കിയ നിയമമാണ് വനം വന്യജീവി സംരക്ഷണ നിയമം. ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഞാനത് പറയാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. വന്യജീവി സംരക്ഷണ നിയമം 1972 നടപ്പാക്കാനുള്ള ഒരു ഇതിവൃത്തം എന്താണ്? 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് ഭൗമ ഉച്ചകോടി നടത്തുന്നു. അതിൽ ഇന്ദിരാഗാന്ധി പങ്കെടുക്കുന്നു. അവർക്ക് അവിടുന്ന് ഐഡിയ കിട്ടുന്നു. അവർ തിരിച്ചു വന്ന് ഈ വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കുന്നു. ഇത് പ്രകാരം എത്ര ഷെഡ്യൂൾ ഉണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിൽ? കാരണം ഇപ്പോൾ അത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാട്ടാനകളുടെ ആക്രമണം, കടുവ ആക്രമണം ഒക്കെ കേരളത്തിൽ പല ഭാഗത്തുണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാണ് കേരള PSCയുടെ ഹയർ ലെവൽ എക്സാമുകൾ എല്ലാം ഇത് ചോദിക്കും. ഒന്ന് ചോദിക്കാൻ പോകുന്നത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതിന്റെ ഒരു ബാക്കി പത്രമാണ്
ഇത് കാട്ടാനകളുടെ മേലിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലൊക്കെ എല്ലാവരും കുറെ ആളുകൾ കുറെ പത്രങ്ങളിലും ആളുകളിലൊക്കെ എഴുതി ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ നിയമം ഉള്ളത് കൊണ്ടാണ് ആന അതുപോലെ കാട്ടുപന്നി പോലുള്ള മൃഗങ്ങളൊക്കെ അവരെ തൊടാൻ സാധിക്കാറ്. ഓക്കെ, നിലവിൽ ശക്തമായിട്ടുള്ള സംരക്ഷണമാണ്. 5 വർഷം ജാമ്യം ഇല്ലാത്ത തടവാണ്. ഓക്കെ, അതുകൊണ്ട് തൊടാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ 6 ഷെഡ്യൂൾ ഉണ്ട്. 6 ഷെഡ്യൂൾ. ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂൾ? 6 ഷെഡ്യൂൾ ഉണ്ട്. ഇതിൽ 5 ഷെഡ്യൂൾ മൃഗങ്ങളെ, സംരക്ഷിത മൃഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. 5 ഷെഡ്യൂൾ അല്ലെങ്കിൽ 4 ഷെഡ്യൂളിൽ 4 ഷെഡ്യൂൾ പറയും. ഈ 6 ഷെഡ്യൂളാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ ആ 4 ഷെഡ്യൂളിൽ സംരക്ഷിത മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സംരക്ഷിത മൃഗങ്ങൾ ഏത് മൃഗങ്ങളെയാണ് സംരക്ഷിക്കുന്നത്? ഈ 1-ാം ഷെഡ്യൂളിൽ പെട്ടതാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളത്. 2-ാം ഷെഡ്യൂൾ വരുമ്പോൾ സംരക്ഷണം കുറയും. അങ്ങനെ 4 ഷെഡ്യൂളാണുള്ളത്. 5-ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് വെർമിൻസ് ആണ്. അതായത് കൊല്ലപ്പെടേണ്ട മൃഗങ്ങളാണ്. കൊല്ലപ്പെടേണ്ടത് പറഞ്ഞാൽ അതിനെ കൊല്ലാം ആവശ്യം. അതായത് എലി, കാക്ക പോലുള്ള കാര്യങ്ങളാണ് 5-ാം ഷെഡ്യൂൾ. ഈ 6-ാം ഷെഡ്യൂളിലതോ സംരക്ഷിത സസ്യങ്ങളാണ്. സസ്യങ്ങൾ, ചില സസ്യങ്ങൾ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റില്ല. ഇപ്പൊ പറയാം നെപ്പന്തസ്, ഇലപിടിയൻ ചെടിയൊക്കെ ഉണ്ട്. അതിനെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ കേസാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 6 ഷെഡ്യൂളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇത് നടപ്പാക്കിയത് 1972-ലാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡോഡോയെ കാണപ്പെടുന്നത് എവിടെ വെച്ചാണ്? മൗറീഷ്യസിലാണ് ഡോഡോയെ കാണപ്പെടുന്നത്. ഒരു വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ. ഓക്കെ, ഇതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് അറ്റോച്ച് എന്നുള്ള കന്നുകാലി വർഗം. അതുപോലെ ഏഷ്യൻ ചീറ്റപ്പുലി. ഇത് നമുക്ക് എന്തെന്ന് കാണുന്നില്ല, ഭൂപ്രദേശത്ത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി വിഭവ സംരക്ഷണം ഇതൊക്കെ ഇവിടെ പറയുന്നു. വർക്ക്ഷീറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി എസ് ആയിട്ട് ബന്ധപ്പെട്ട് വിഭവങ്ങൾ. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എടുക്കാം. ഇനി ഇതിന് റെക്കോർഡിംഗ് എന്തായാലും കിട്ടുക. നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സിസ്റ്റം തന്നെ ചെയ്യുന്നത്. അത് നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ രീതിയിൽ അപ്ലോഡ് ചെയ്ത് തരും. ഞാൻ അതിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. കാരണം ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട 12 ചാപ്റ്ററാണ്. പെട്ടെന്ന് പോയിട്ട് വരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞ് മാത്രം പോവാണ്. ഇമ്പോർട്ടന്റ് ഏരിയ 6-ാമത്തെ ചാപ്റ്റർ. ആറാമത്തെ ചാപ്റ്ററിൽ കൊളംബസിന്റെ കാര്യം, ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത്ര പ്രധാനമൊന്നല്ല. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് അത്ര കാര്യങ്ങളൊന്നുമില്ല. അതായത് സ്പെയിനിൽ നിന്ന് അമേരിക്കയിലെത്തി. അദ്ദേഹം വിചാരിച്ച ഇന്ത്യയിലെത്തിയെന്നാണ്. അതുകൊണ്ട് അവിടെ കണ്ട ഗോത്രവർഗ്ഗക്കാരെ എന്തെന്ന് വിളിച്ചു? റെഡ് ഇന്ത്യൻസ് വിളിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി പുള്ളി വിചാരിച്ചത് ഇന്ത്യയിലല്ല എത്തിയത്, അമേരിക്കയിലാണ്. ഓക്കെ, എന്തായാലും അതാണ് ക്രിസ്റ്റഫർ കൊളംബസുമായിട്ട്. അത് ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ മെഗലനായിട്ടുള്ള കാര്യങ്ങൾ പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒന്നല്ല. ഞാൻ പറഞ്ഞ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികനാണ് മെഗല്ലൻ. ഓക്കെ, അഭിലാഷ് ടോമിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അഭിലാഷ് ടോമിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിലും അതുപോലെ ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പായസഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിലാഷ് ടോമി അറിയപ്പെടുന്നു. അപ്പൊ ഇതേക്കുറിച്ചുള്ള വന്ന ചോദ്യങ്ങൾ ഒന്ന് പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കേണ്ടതാണ്. ഇദ്ദേഹം ഉപയോഗിച്ച പായക്കപ്പലിന്റെ പേര്, അല്ലെ ആ പായ വഞ്ചിയുടെ പേരെന്ത്? ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്, നിങ്ങൾ നോക്കണം. ഓക്കെ, പായക്കപ്പലിന്റെ പേരെന്നുള്ളതാണ്. അഭിലാഷ് ടോമി ഉപയോഗിച്ച ആ പായക്കപ്പലിന്റെ പേര് വളരെ പ്രധാനമാണ്. ഓക്കെ, ഭൂപടങ്ങളുടെ പ്രാധാന്യം. ഓക്കെ, ആദ്യ ഭൂപടം വരച്ചത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ്. കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കാർട്ടോഗ്രഫി. ഓക്കെ, കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂപടശാസ്ത്രമാണ്. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി എന്നുള്ളതാണ് ഭൂപടശാസ്ത്രമാണ്. അതിന്റെ പേരെന്തല്ലെങ്കിൽ ഇത് സ്റ്റഡി ഓഫ് മാപ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? കാർട്ടോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതില് കുറച്ച് ചോദ്യങ്ങൾ വരാനുള്ളത്. ഭൂപടങ്ങൾ ആവശ്യ ഘടകങ്ങൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര പ്രധാനമല്ല. ഇതിലേക്ക് നോക്കുവാണെങ്കിൽ അക്ഷാംശ രേഖാംശം ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇനി അത് വീണ്ടും ഞാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയാണ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ പോവാം. 6 കഴിഞ്ഞ് 7-ാമത്തെ ചാപ്റ്റർ.
ഓക്കെ, ഇതിൽ ഒരു 10 മിനിറ്റ് അധികമായി. നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് മറ്റേ എക്സ്ട്രാ ടൈം എടുത്തോണ്ടാണ്. ഓക്കെ, ഇതില് ഒരു 10 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് പോയില്ല, പെട്ടെന്ന് കാര്യങ്ങൾ, കാരണം അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ ഓക്കെ, കുറച്ചധികം ആളുകളെങ്കിലും ഉണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താൻ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ 12 ചാപ്റ്റർ ഉണ്ട്, 12 ചാപ്റ്റർ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനിയിപ്പോ നമുക്ക് എന്നാണ് എന്ന് നമുക്കറിയില്ല. അപ്പൊ നാളത്തെ ഒരു കാര്യം, നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഷിൻഡ യെസ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകണം വേണ്ടത് പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ അവസാനിക്കും. വെറുതെ ആളുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടിച്ചല്ലോ. ഓക്കെ, വിന്ധ്യ യെസ്. ഓക്കെ, കുറെ പേര് പറയുന്നത് യെസ് എന്ന് പറയുന്നു. ഓക്കെ, ഞാനിത് പെട്ടെന്ന് പോവാം. ബാക്കിയുള്ളവരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണുക. ഇത് ഞാൻ ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞു പോവാണ്, നിങ്ങൾ റെക്കോർഡിംഗ് കാണുക. ഓക്കെ, നിങ്ങൾ റെക്കോർഡിംഗ് കാണുക. ഇനി നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. നാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇത്രയും 10-15 ടെക്സ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിക്കണം. നമ്മൾ വെറുതെ ക്ലാസ് കേട്ട കാര്യമില്ല. ഇത് നിങ്ങൾ അതേപോലെ മാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പൊ തന്നെ ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. റെക്കോർഡിംഗ് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അപ്ലോഡ് ചെയ്യും, അതായത് ഉച്ചയ്ക്കുള്ളിൽ ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് വായിക്കണം. ഇത് നിന്ന് നാളെ ഇരുന്ന് കറക്റ്റ് ആയിട്ട് ഭൂമിശാസ്ത്രം വായിച്ച് പഠിച്ച് ഞായറാഴ്ച നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഞായറാഴ്ച നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. അത് ഓൺലൈനായിട്ട് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ലിങ്ക് തരും, ആ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. എല്ലാവരും കുറെ പേര് യെസ് എന്ന് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു പോവുകയാണ്. ഞാൻ പേര് എടുത്ത് പറയുന്നില്ല. ഇനി ഭൂമിയും ജീവലോകവും, അതില് പർവ്വതങ്ങൾ, പീഠഭൂമികൾ ഒക്കെ, മുകൾ ഭാഗം പീഠഭൂമിയുടെ ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അറിയായിരിക്കുന്നത്. അത് പക്ഷെ അത്ര പ്രധാനം ചോദിച്ചിട്ടില്ല. സമതലങ്ങൾ, മണ്ണിനെ അറിയാം. ഓക്കെ, മൺമല, പുഴയിലെ മണൽമാൻ, അതൊന്നും സഞ്ചരിക്കുന്ന കുന്നിടിക്കൽ കാര്യങ്ങൾ പറയുന്നു. ബദലുകൾ തേടാം. ജലമണ്ഡലം, അമൂല്യമായ ശുദ്ധജലം. ഓക്കെ, അമൂല്യമായ ശുദ്ധജലം. ഇനി ഇവിടെ നമുക്ക് കാണും ജല ദൗർബല്യം, ഒഴികല മഴവെള്ളം. ഓക്കെ, ഇതില് തട്ടുതട്ടായുള്ള കൃഷി, തട്ടുതട്ടായുള്ള കൃഷി അത് ഇതായിട്ട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ രീതിയിലല്ല ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിലൂടെ പറയാത്തത്. ഓക്കെ, ഇതില് ഈ ഒരു ഏരിയ റെലേഗോൺ സിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റെലേഗൺ സിറ്റിയിലെ വിജയകാല. അത് PSCയുടെ റിട്ടൺ എക്സാംസ്, അതായത് പ്രൊഫസർ എക്സാംസ് അല്ലെങ്കിൽ KS പോലുള്ള എക്സാമിലൊക്കെ എക്സാം ഉദാഹരണമായിട്ട് ആളുകൾ കോട്ട് ചെയ്യാറുള്ളതാണ്. അതല്ലെങ്കിൽ പോലും ഇത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല, എങ്കിൽ പോലും പ്രധാനപ്പെട്ടാണ്. ഈ റെലേഗൺ സിറ്റിയിൽ എന്താണ് വളരെ മഴയില്ലാത്തൊരു ഏരിയ ആയിരുന്നു. അവിടെ അതിനെ എന്താണ് വളരെ ഫലഭൂഷമായിട്ട് മാറ്റുന്നു. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിലാണ് ഇത് ആ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രൊജക്ടാണ് ജലനിധി. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൊജക്ടാണ് ജലനിധി. ഈ ജലനിധി പ്രോജക്ടിന്റെ ഒരു ആധാരം, അല്ലെ അത് എങ്ങനെ നടന്നു എന്നുള്ള ആധാരമാണ് ഈ പറഞ്ഞ റെലേഗോൺ സിറ്റിയിലെ കാര്യങ്ങൾ. അത് ഇത്രേ ചെയ്തുള്ളൂ. അവിടെ ഒട്ടും മഴയില്ലാത്ത പ്രദേശമായിരുന്നു. അവിടെ എന്ത് സ്ഥാപിച്ചു, കുറേയധികം മരങ്ങൾ സ്ഥാപിച്ചു. ആ മരങ്ങൾ സ്ഥാപിച്ചു മാത്രമല്ല, ഇതുപോലെ മഴവെള്ളം പെയ്തു എന്ന മഴവെള്ളം ഒഴുകിപ്പോവാതെ അവിടെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്തു. ഇതൊക്കെ എന്തായി, അവിടെ വീണ്ടും ജലലഭ്യത കൂട്ടി. ഇതാണ് റെലേഗോൺ സിറ്റിയിലെ വിജയകാല എന്ന പേരിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കേന്ദ്ര സർക്കാരിന്റെ പല പ്രോജക്റ്റുകളും, കേരള സർക്കാരിന്റെ പല പ്രോജക്റ്റുകളുടെ അടിസ്ഥാനം ആ ഒരു മോഡലാണ്. പ്രാണവായു. ഓക്കെ, അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിന് അത് ഇവിടെ തന്നിട്ടില്ലെന്ന് തോന്നുന്നു, എങ്കിലും നിങ്ങൾ നോക്കേണ്ടത് അന്തരീക്ഷത്തിന്റെ ഘടന, അതായത് അതിലെ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും കൂടുതൽ കാണുന്ന നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെ ആ ഒരു റാങ്കിങ് ഉണ്ട്. ആ റാങ്കിങ് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റാങ്കിങ് ഓർഡർ അവിടെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി വെക്കേണ്ടതാണ്, റാങ്കിങ് ഓർഡർ. ഓക്കെ, ഓക്സിജൻ, പാലൻ, ജൈവമണ്ഡലം, വായു. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ, ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം ദുരിതം. ഓക്കെ, കേരള. ഇവിടെ ഇതില് പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, ഞാൻ പറയാം. കേരള ഡിസാസ്റ്റർ റവന്യൂ ഏജൻസി. ഓക്കെ, അല്ലെങ്കിൽ കേരള KSDM എന്ന് പറയാം, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇതിന്റെ ചെയർമാൻ ആര്? ചോദ്യമായിരുന്നു. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കേരളത്തില് കഴിഞ്ഞ
സിഎമാണ് ചെയർമാൻ. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതായത് ചീഫ് മിനിസ്റ്ററാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, KSDMയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്, അതുപോലെ തന്നെ 2 വെള്ളപ്പൊക്കങ്ങളുടെ സമയത്ത്, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ആ ഒരു ആക്ഷൻ, കറക്റ്റായിട്ട് ആക്ഷൻ എടുത്ത് ഈ ഒരു ഏജൻസിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ഘടന, അതിലെ മെമ്പേഴ്സ് ആര്, ഇതിലെ കുറച്ച് മന്ത്രിമാർ, റവന്യൂ മന്ത്രി, അതുപോലെ കൃഷി മന്ത്രി പോലെ ആ മന്ത്രിമാർ. പിന്നെ അതുപോലെ തന്നെ ഇത് ഏത് നിയമം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഏത് വർഷം പാസ്സായി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2010 പാസ്സായത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഇനിയും വരും, അത് നോക്കണം. ഓക്കെ, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഏരിയ. ഇനി നമ്മൾ അടുത്ത, ഇപ്പൊ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ആണ് നോക്കിയത്. 8ാമത്തെ ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ഏരിയ മാത്രം ഞാൻ പറയാം. 8ാമത്തെ ചാപ്റ്റർ സൗരതാപനം, അന്തരീക്ഷ സ്ഥിതി. ഓക്കെ, സൂര്യൻ ഊർജ്ജദാതാവ്. ഇൻസൊലേഷൻ എന്താണെന്ന് പറയുന്നത്, സൂര്യനിൽ നിന്ന് ഊർജ്ജം സൂര്യരശ്മികളായി ഭൂമിയിൽ എത്തുന്നു. ഇതിനാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൂടിയ താപനില, കുറഞ്ഞ താപനില. ഓക്കെ, മന്ദമാമിനി, എയർ കറൻസ്, കാറ്റാടി യന്ത്രങ്ങൾ. കാറ്റാടി യന്ത്രങ്ങൾ. കേരളത്തിൽ കാറ്റാടി പാടങ്ങൾ കാണപ്പെടുന്ന എവിടെയെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഒന്ന് പാലക്കാട് കാഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏരിയയിലാണ്. അതുപോലെ തന്നെ 2 നമ്മൾ കാണുന്ന രാമക്കൽമേട്, അതായത് ഇവിടെ എഴുതിയിട്ടുണ്ടാവും, ഇടുക്കിയിലെ രാമക്കൽമേട്, അതുപോലെ കാഞ്ചിക്കോട്. ഇവിടെയാണ് പരമ്പരാഗതമായിട്ട് കാറ്റാടി യന്ത്രങ്ങൾ, ഏറ്റവും കൂടുതൽ കാറ്റാടി പാടങ്ങൾ, വിൻഡ് പവർ ഫാംസ് ഇൻ കേരള കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാറ്റാടി യന്ത്രങ്ങൾ, കാറ്റാടി പാടങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്ന എവിടെയെന്നുള്ളത്. അന്തരീക്ഷവും ജലവും. ഭക്ഷണം, അന്വേഷിച്ച അന്തരീക്ഷം, കാലാവസ്ഥ, വെതർ. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കുന്ന മറ്റൊന്നാണ്. വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, കാരണം അത് ചോദ്യങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല, എങ്കിലും നോക്കണാണ്. വെതർ അതുപോലെ ക്ലൈമറ്റ്, അതുമായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി 9ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 9th ചാപ്റ്റർ ഇന്ത്യയിലൂടെ, ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട 2 മേഖല, അതായത് ഭൂമിശാസ്ത്രത്തിലെ ഒരു മാർക്ക് ഇപ്പോൾ 5 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കേരള ഭൂമിശാസ്ത്രം, 2 മാർക്ക് ഇന്ത്യ ഭൂമിശാസ്ത്രം, 1 മാർക്ക് മാത്രമാണ് ലോക ഭൂമിശാസ്ത്രം വരിക. ഓക്കെ, ഇനി 2 അല്ല, ഇനി അത് 10 ആണെങ്കിൽ, കാരണം ചിലപ്പോൾ 10 വന്നാൽ പോലും നമുക്ക് എത്രയാണ് ഏറ്റവും പ്രാധാന്യം ഏതിനാണ്? ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രമാണ്. ഓക്കെ, ലോക ഭൂമിശാസ്ത്രത്തിന് മാർക്ക് താരതമ്യേന അതിൽ കുറവാണ്. അത് അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഓക്കെ, ഇവിടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമാണ് പറയുന്നത്. ഇന്ത്യയുടെ ഇതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യ ഭൂമിയുടെ വടക്ക് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള അക്ഷാംശം, രേഖാംശം ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പഴയ രീതിയിലുള്ള പേപ്പർ, ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനത്തുണ്ട് ഇന്ത്യ, ഹിമവാന്റെ മണി. ഓക്കെ, ഇതില് ഹിമാലയത്തിലെ ഇത് കാഞ്ചൻജുങ്ക, നന്ദാദേവിന്റെ ഹിമാലയ നിരയുടെ ഭാഗമാണ്. ഇപ്പൊ ഹിമാലയത്തിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ ഇതല്ല അവിടെ ചോദിക്കുന്നത്. അവിടെയുള്ള ഹിമാലയ മലനിരകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ, ട്രാൻസ് ഹിമാലയ ബന്ധപ്പെട്ട ഏതാണ്, അതുപോലെ തന്നെ അവിടെയുള്ള റേഞ്ച് ഉണ്ട്, ലഡാക്ക്, അതുപോലെ ആ ഒരു ഇന്നർ ഹിമാലയസ്, ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അവിടെ ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന നദികളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതായത് ഉത്തരേന്ത്യയിൽ കാണുന്ന എല്ലാ നദികളുടെയും ഉത്ഭവം ഹിമാലയം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിംല, ഡാർജിലിംഗ് പോലെയുള്ള ആ ഒരു ഹിൽ സ്റ്റേഷൻസ് ഇവിടെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട ആ ഒരു കൃഷി, ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയുള്ള കൂടുതൽ മഞ്ഞ് വേണ്ടുള്ള ഫലവൃക്ഷങ്ങളും അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇനി മറ്റൊന്ന് കുങ്കുമ കൃഷി. കുങ്കുമ കൃഷിക്ക് ഏറ്റവും ഫേമസ് ആണ് ജമ്മു കാശ്മീർ. കാരണം അവിടെയുള്ള ഒരു പ്രത്യേക കരേവ എന്ന് പറഞ്ഞ ഒരു സോയിൽ, കരേവ എന്ന് പറഞ്ഞ ഒരു മണ്ണിനമാണ് ഈ കുങ്കുമ കൃഷി ജമ്മു കാശ്മീർ സാധ്യമാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമ കൃഷി ചെയ്യുന്നതാണ് ജമ്മു കാശ്മീർ. അത് നോട്ട് ചെയ്യേണ്ട ഒരു ഏരിയ, പ്രധാനപ്പെട്ട പോയിന്റാണ് ജമ്മു കാശ്മീരിലെ കുങ്കുമ കൃഷി.
ഓക്കെ. ഇനി പ്രധാനപ്പെട്ടാണ് ഉത്തരേന്ത്യൻ സമതലം. അവിടെ ആ ഹിമാലയത്തെ കുറിച്ചുള്ള കുറച്ച് ഫാക്ടുകളോട് കൊടുത്തിട്ട് ഹിമാലയം പ്രധാനപ്പെട്ടാണ്. ഹിമാലയൻ മലനിരകളിൽപ്പെട്ട കൊടുമുടികൾ ഏതൊക്കെയാണുള്ളത് അതിവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞിരുന്നു. അതായത് ഹിമാലയൻ മലനിരയോട് ബന്ധപ്പെട്ട് കാഞ്ചൻജുംഗ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ കാണാൻ പറ്റും. പിന്നെ ഏത് സംസ്ഥാനത്താണല്ലോ ഇതില് കാഞ്ചൻജുംഗ എന്നുള്ളത് എവിടെയാണ് കാണപ്പെടുക? സിക്കിമിലാണ്. സിക്കിമിലാണ് കാഞ്ചൻജുംഗ ഉണ്ടാകുക. നന്ദാദേവി എന്നുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ഉണ്ടാകുക. ഈ നന്ദാദേവിയായിട്ട് ബന്ധപ്പെട്ട് നന്ദാദേവി നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനമൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അവിടെ ഉത്തരാഖണ്ഡിന്റെ പ്രദേശമാണ്. അതായത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ബദ്രിനാഥിന്റെ ഏരിയയിലേക്കൊക്കെ വരുന്നതാണ് കുമയൂൺ വാലികൾ. അതായത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ജിം കോർബറ്റ് ഇടയ്ക്ക് മോഡി അവിടെ പോയി ഒരു വിദേശ പത്രപ്രവർത്തകൻ വന്നു. അതുമായിട്ട് പോയിട്ട് കുറെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തതായിട്ട് കടുവാ സംഘാടക ജിം കോർബറ്റ് ഇതുള്ളത് നന്ദാദേവിയുടെ അടുത്ത പ്രദേശമാണ്. കാഞ്ചൻജുംഗ കാണപ്പെടുന്നത് ഉള്ളത് സിക്കിമിലാണ് കാഞ്ചൻജുംഗ ഉള്ളത്. ഇനി മറ്റുള്ള പ്രധാനമായിട്ട് എവറസ്റ്റ് കൊടുമുടി നേപ്പാളിലുള്ള എവറസ്റ്റ് കൊടുമുടി. ഓക്കെ, ഇനി ഇതിൽ പ്രധാന സമതലം, ഇന്ത്യയുടെ സമതലം എന്ന് പറയുമ്പോൾ ഏതാണ്? ഏത് നദികളാണ് ഇവിടെ കൂടുതലുള്ളത്? ഇവിടെ സിന്ധു, ഗംഗ, യമുന. ഈ മാർക്ക് ചെയ്ത് ഞാൻ സെൻഡ് ചെയ്യും. ഓക്കെ, സമതലം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഗംഗ, യമുന, ബ്രഹ്മപുത്ര. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ടത് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട സംസ്ഥാനം പറയുമ്പോൾ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ പശ്ചിമ ബംഗാൾ. ഇതേതാണ്? ഒന്ന് സിന്ധു നദി, സിന്ധു നദി എന്ന് പറയുമ്പോൾ ഇൻഡസ് റിവർ, അതുപോലെ യമുന നദി, അതുപോലെ ഗംഗാ നദി. ഗംഗാ നദി ഇതാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികൾ ഏത്? ഒന്ന് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതാണ് 3 പ്രധാനപ്പെട്ട നദികൾ. അത് ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞാണ് ഈ പ്രദേശം രൂപപ്പെട്ടുള്ളത്. അതാണ് ഇവിടെ എക്കൽ മണ്ണ്. അതുകൊണ്ട് തന്നെ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള ഏരിയ ആണ് ഗംഗാ സമതലം എന്നൊക്കെ പറഞ്ഞാൽ. ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായിട്ടുള്ള ഇന്ത്യയുടെ ഏരിയ ആണ്. അപ്പൊ അവിടെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയപ്പെടാം? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി അവിടെയുള്ള കൃഷി, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന മേഖലയാണിത്. ജനസംഖ്യയുള്ള പ്രദേശമാണിത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഉത്തര മഹാസമതലം. അതായത് ഇത്രയുള്ള ഇന്ത്യയുടെ ആ ഒരു ഹിന്ദി ബെൽറ്റ്, നമ്മൾ ഇന്ന് ഹിന്ദിക്കാരെന്നൊക്കെ പറയുന്ന ഒരു ജനവിഭാഗം താമസിക്കുന്ന, അതായത് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹിയുടെ അപ്പുറത്തേക്കുള്ള ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. അതായത് ആ ഒരു ഏരിയ മുഴുവൻ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഏരിയ മുഴുവൻ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത്. ഇവിടെ ഉത്തർപ്രദേശിൽ മാത്രമുണ്ട് 20 കോടി ജനം. മൊത്തം അമേരിക്ക ഉള്ളത് 30 കോടിയാണ്. അമേരിക്ക മൊത്തമുള്ളത് 30 കോടി. ഇവിടെ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ട് നമുക്ക് 20 കോടി. ഓക്കെ, അതുകൊണ്ട് എന്താണ് അവിടെ ലോകസഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ എത്ര എണ്ണം ഉണ്ട്? 80 എണ്ണം ഉണ്ട്. കേരളത്തിൽ എത്രയുള്ളൂ? 20 എണ്ണം. അതായത് കേരളത്തിൽ 4 എണ്ണം വെച്ച് കഴിഞ്ഞാലാണ് ഒരു ഉത്തർപ്രദേശ് ഉണ്ടാവുന്നത്. ഉത്തർപ്രദേശിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സംസ്ഥാനം. അതുകൊണ്ടാണ് ഗുജറാത്തുകാരായുള്ള നരേന്ദ്രമോദി എവിടെ പോയി മത്സരിക്കുന്നത്? ഉത്തർപ്രദേശിലെ വാരണാസി പോയി മത്സരിക്കുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ പ്രത്യേകതയായിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായുള്ള നെഹ്റുവിന്റെ മണ്ഡലം ഏതാണ്? അലഹബാദ് ആണ്. കാരണം ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ പിന്നീടുള്ള ഇന്ദിരാഗാന്ധി, ഒക്കെ റായ്ബറേലി, ഇങ്ങനെയായിരുന്നു. പിന്നീട് ഇപ്പോൾ വന്ന ഗാന്ധി കുടുംബത്തിൽ നിന്ന് അമേഠിയും റായ്ബറേലി, അതായത് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, ഇവരൊക്കെ. അതായത് ഉത്തർപ്രദേശിൽ ആര് വിജയിക്കുന്നോ അവരാണ് ഇന്ത്യ പിടിക്കുക. കാരണം 80 സീറ്റ് അവിടെ ഉണ്ട്. അത് ഹിന്ദി ഹൃദയഭൂമിയാണ്. അപ്പൊ അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, ഇനി കാരണം അവിടെ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ്, ഈ സമതലം അവിടെ ഉള്ളതുകൊണ്ട് കൂടുതൽ നല്ല കൃഷിയുണ്ട്. അപ്പൊ ആളുകൾ കൂടുതൽ അവിടെ ഉണ്ട്. ഏതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗം. ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് രാജസ്ഥാൻ കൃഷി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഗോതമ്പ്, ചോളം, അതുപോലെ ജോവാർ, ബജ്ര. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് ജോവാർ ബജ്രയുടെ പ്രത്യേകത? വെള്ളം കുറച്ച് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ചുകൂടെ പ്രത്യേകിച്ച് ഗംഗാ യമുന സമതലത്തിൽ ഗോതമ്പ്, അതുപോലെ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ അവിടുന്ന് കുറച്ച് വിട്ടുമാനുള്ള രാജസ്ഥാൻ പ്രദേശത്തോ അധികം മഴയോ വെള്ളമോ ഇല്ല. അവിടെ ജോവർ, ബജ്ര, ചോളം പോലുള്ള കാര്യങ്ങളാണ് അവിടെ കൃഷി ചെയ്യുക. ഓക്കെ, പീഠഭൂമി. നമ്മൾ പീഠഭൂമിയിലേക്ക് എത്തി. പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഡെക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ, ഇവിടെ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് പറയുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡെക്കാൻ പീഠഭൂമി.
ഓക്കെ. അപ്പൊ ഈ പീഠഭൂമി കാണപ്പെടുന്ന മലനിരകളാണ് വിന്ധ്യ, സത്പുര, ആരാവലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. വെസ്റ്റേൺ ഘട്ട്സും അതുപോലെ ഈസ്റ്റേൺ ഘട്ട്സും ഒക്കെ കാണപ്പെടുന്ന അവിടെ തന്നെയാണ് ഈ ഒരു പീഠഭൂമിയിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയനാട് അല്ലെങ്കിൽ ഇടുക്കി എന്ന് പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, അതെന്താണ്, ഒരു മലയല്ല, ശരിക്കും ഒരു പീഠഭൂമിയുടെ അറ്റഭാഗമാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് സഞ്ചരിച്ച് കോഴിക്കോട് നിന്ന് വയനാട് ചുരം കയറി അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കയറി നമ്മൾ എങ്ങോട്ടേക്ക് എത്തും, ലക്കിടി, വയനാട്ടിലേക്ക് എത്തും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഇറക്കം കാണുന്നുണ്ടോ, വയനാട് കഴിഞ്ഞാൽ പിന്നെ സുൽത്താൻ ബത്തേരി അങ്ങനെ നേരെ പോകുന്നു, സുൽത്താൻ ബത്തേരി, മൈസൂർ, ബാംഗ്ലൂർ. ഒരു സമതലമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു സമതലം പോലെയാണ് നമ്മൾ. അതായത് നമ്മളൊരു പീഠഭൂമിയുടെ മുകളിലേക്ക് എത്തുന്നു. പീഠഭൂമിയുടെ ആ ഒരു വശം മാത്രമാണ് എന്ത്, വയനാട് ചുരം കാണുന്നത്. അതൊരു മലയല്ല. മലയാണെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൊടുമുടി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മല പോലെയാണെങ്കിൽ അതൊരു കയറ്റം ഉണ്ടാവും, അത് പീക്കിലെത്തി അത് കഴിഞ്ഞ ഒരു ഇറക്കം ഉണ്ടാവും. ഇത് അങ്ങനെയല്ല നമ്മള് കേരളത്തിലെ മലപ്രദേശങ്ങൾ. അതെന്താണ്, അത് പീഠഭൂമിയുടെ അറ്റ പ്രദേശങ്ങളാണ്, പീഠഭൂമിയുടെ ഒരു വശങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട് പശ്ചിമഘട്ടമൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്നത്? ഒന്ന് പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവ. ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്താണ്? പരുത്തിയാണ്, കോട്ടൺ. ഓക്കെ, കാരണം ഡെക്കാൻ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണാണ് ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്. ഇവിടെ എവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഈ ഡെക്കാൻ പീഠഭൂമി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അതാണ് പീഠഭൂമി. ഇവിടെ ലാവ തണുത്തുറയുന്നു, അതെന്തായി പൊടിഞ്ഞുണ്ടാകുന്നു, അതെന്തായി മാറുന്നു, കറുത്ത മണ്ണായി മാറും. ആ കറുത്ത മണ്ണാണ് എന്തൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇത് പലവട്ടം PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനാണ് ഈ ഒരു കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ആ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ് ഏതിന് ഏറ്റവും ബെസ്റ്റ് ആണ്? പരുത്തി കൃഷിക്ക് ബെസ്റ്റ് ആണ്. അതുകൊണ്ട് ഡെക്കാൻ ഏരിയയിലെ സംസ്ഥാനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷിയാണ്. അതായത് ഇവിടെയൊക്കെ മഹാരാഷ്ട്ര, അതുപോലെ ഗുജറാത്ത്, അതുപോലെ ആ ഒരു ഏരിയയിൽ നമുക്ക് വ്യക്തമായിട്ട് പരുത്തി കൃഷി കാണാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അതുകൊണ്ടാണ് ആ മേഖലത്തിൽ നിന്ന് നമ്മൾ ക്ലോത്ത് മില്ല്, വസ്ത്രമില്ല്, സൂറത്തിലെ മില്ലുകൾ, ബോംബെയിലെ മില്ലുകൾ, അതൊക്കെ അവിടെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? നദികൾ ഇവിടെ നോക്കുക, ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് ഈ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നദികൾ. ഇനി തീരസമതകളിലേക്ക്, ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ കുറേയധികം ചോദ്യങ്ങൾ വരും. ഞാൻ ആദ്യം പറഞ്ഞ ചാപ്റ്റർ 1 കേരള ഭൂമിശാസ്ത്രവും, അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പാഠമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഓക്കെ 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 ഞാൻ പെട്ടെന്ന് നിർത്താം, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് നിർത്താം. ഓക്കെ, പീഠഭൂമിയിൽ ഒലിച്ചോടുന്ന നദികൾ. ഓക്കെ, ഇതിലെ തീരപ്രദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തീരസമതലം അല്ലെ തീരപ്രദേശം. തീരപ്രദേശത്തേക്ക് ഓക്കെ, ഇവിടെ പവിഴപ്പുറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളിലെ ശ്രവം കൊണ്ടുണ്ടാകുന്നതാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നു. ഇന്ത്യയിൽ നമുക്ക് ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലും കാണാം. സമുദ്രത്തിലെ പച്ചത്തുട്ടുകൾ ഇതൊക്കെ നമ്മൾ പറയുന്നു. ഓക്കെ, ഇന്ത്യയിലെ നദികൾ. ഓക്കെ, ഇനി മറ്റുള്ള ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ നദികൾ പ്രധാനപ്പെട്ടാണ്. ഇന്ത്യയിലെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സമതലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി, തീരദേശം പോലെ പ്രധാനപ്പെട്ടാണ് നദികൾ. ഓക്കെ, നോക്കണം നിങ്ങൾ, ചോദ്യങ്ങൾ വരുന്നതാണ്. പ്രത്യേകിച്ച് നദികൾ, അതിന്റെ കൈവഴികൾ, പോഷക നദികൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, മാത്രമല്ല അതിലെ ഡാമുകൾ, ഏത് നദി, ഇപ്പൊ ടഹ്രി ഡാം, അതുപോലെ അങ്ങനെയുള്ള ഡാമുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന ഡാമാണ് ടഹേരി ഡാം. ഇതുപോലെ ഡാമുകളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്തത് ഏത് ചോദിച്ചിട്ടുണ്ട്. താഴെ കാണുന്നതിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതെല്ലാം തന്നിട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ. ഉപദ്വീപീയ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതാണ്. ഈ സമതലത്തിൽ കാണപ്പെടുന്ന 3 നദികളേ ഉള്ളൂ. മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ഗംഗ, യമുന, ബ്രഹ്മപുത്രയാണ്. ബാക്കിയൊക്കെ ഉപദ്വീപ നദികളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു മാപ്പ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഏതാണ്ടൊക്കെ ആശയം കിട്ടും. സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര, ലൂണി എന്നുള്ളത് എപ്പോഴും ഉള്ള ഒരു ഇതല്ല, വല്ലപ്പോഴും രാജസ്ഥാനിലുള്ള ഒരു നദിയാണ്. കാരണം ഇടയ്ക്ക് അത് വറ്റി വരണ്ടു പോകും. പിന്നെ നർമ്മദ, താപ്തി, ഇത് എവിടെ എത്തിച്ചേരുന്നത് ഓർത്തിരിക്കണം. നർമ്മദയും താപ്തിയും എത്തിച്ചേരുന്നത് അറേബ്യൻ ആണ്. അതേസമയം മഹാനദി
ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയൊക്കെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇന്ത്യയുടെ മണ്ണിനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കൽ മണ്ണാണ്. കാരണം ഞാൻ പറഞ്ഞു, ആ മഹാസമുദ്രത്തിൽ ഗംഗാ യമുന മഹാസമുദ്രത്തിൽ നമ്മൾ കാണുന്നതാണ് എക്കൽ മണ്ണാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഏറ്റവും ഫലഭൂഷ്ടമായിട്ട് മാറുന്നത്. വളരെ പ്രധാനമാണ് ഇത്. കാലാവസ്ഥ ഉഷ്ണകാലം. ഓക്കെ, സമുദ്രമായിട്ട് അങ്ങോട്ട് ലഭിക്കുന്നത് ചിറാപ്പുഞ്ച് ജില്ലയാണ്. ഓക്കെ, അതൊന്നും അവിടെ ആവശ്യമില്ല. ഈ ഒരു പാഠം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടാണിത്. ഓക്കെ, ശൈത്യകാലം, മഴക്കാലം, വെള്ളപ്പൊക്കം ഭീഷണി നമ്മളൊന്നും ഓക്കെ ചോദ്യം കാണില്ല. ഓക്കെ ഓക്കെ ഇനി നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിംഹവാലൻ കുരങ്ങ്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനം, സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ. അപ്പൊ അത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കണം. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇലപൊഴിയും മരങ്ങൾ. ഒക്കെ പല മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ. ഇത് നമ്മൾ കാണുന്നത് ഇവിടെ ഡെസേർട്ടിലാണ്, മരുഭൂമികളാണ്. കണ്ടൽക്കാടുകൾ. ഓക്കെ, കണ്ടൽക്കാട്, പർവ്വത വനം. ഓക്കെ, ഇപ്പൊ എന്തായാലും ഞാൻ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി 10 എണ്ണം കഴിഞ്ഞു, 9 എണ്ണം കഴിഞ്ഞു, 3 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് പറയാം. ഇവിടെ 3 എണ്ണം പറഞ്ഞു നിർത്താം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്താ വിട്ടുപോകാം. തീർച്ചയായും നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളും അല്ലെ മറ്റെന്തെങ്കിലും ജോലി കണ്ടിപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അതിലെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് എന്ന് പറയാൻ കുറച്ച് സമയമായി. പക്ഷെ നിങ്ങളിപ്പോ ഉണ്ടല്ലോ അല്ലെ, ഒരു യെസ് അടിച്ചേ, ഒരു 5 മിനിറ്റ് കൂടി ഞാൻ നിർത്തിയേക്കാം. അങ്ങനെ നിങ്ങൾക്ക് നാളെ നന്നായിട്ട് നാളെ പഠിക്കുക. മറ്റന്നാൾ പരീക്ഷ എഴുതാൻ നോക്കുക. ഓക്കെ, ഓക്കെ കൃപ യെസ് എന്ന് പറയുന്നു. ഓക്കെ, പ്രജിഷ യെസ്. ഓക്കെ, ഒരു 5 മിനിറ്റോടെ ഞാൻ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ സമാധാനമായിട്ട് പഠിക്കാം. വീണ്ടും നമ്മൾ ക്ലാസ് ആയിട്ട് വരുന്ന അർത്ഥമില്ല. ഓക്കെ, അപ്പൊ കുറെ പേര് യെസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ആവേശത്തോട്ട് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, ഈ ഒരു ചിത്രം പ്രധാനമാണ്. കാരണം ആ ഒരു ഡിവിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഭൂവൽക്കം എന്നുള്ള ഒരു ഡിവിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, ഭൂവൽക്കം, ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോം, ഇന്നർ കോം. അതായത് ഭൂവൽക്കം, മാൻഡിൽ, അതുപോലെ തന്നെ ഇന്നർ കോർ. ഈ ഒരു ഏരിയ ആ ഒരു ഭൂമിയുടെ ഘടനാപരമായിട്ടുള്ള സവിശേഷതയാണ് പറഞ്ഞത്. ഒന്ന് നോക്കിയിട്ട് വേണം, പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇതില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു ടെക്സ്റ്റ് പ്രധാനപ്പെട്ടാണ്. കാരണം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഓരോ ക്രസ്റ്റിലെ കാര്യങ്ങൾ. ക്രസ്റ്റിലായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 40 കിലോമീറ്റർ കനത്തിലാണ് ക്രസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാനത് ഇവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഒന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, സ്ക്രീനിൽ തിരിയുന്നറിയില്ല. മാൻഡിൽ എന്നുള്ളത് 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ നമ്മൾ കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിന് കീഴാണ് മാൻഡിൽ ഉണ്ടാകുക. ഇനി കാമ്പ് എന്നുള്ളത് ഇന്നർ കോർ ആണ്. ഇന്നർ കോർ അതായത് 2900 കിലോമീറ്റർ, അതായത് 40 കിലോമീറ്റർ എന്താണ് ഭൂവൽക്കം, 40 കിലോമീറ്റർ 2900 കിലോമീറ്റർ വരെ മാൻഡിൽ, 2900 കിലോമീറ്റർ മുകളിൽ നിന്നാണ് കാമ്പല് കോർ എന്നുള്ളത് കാണുന്നത്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഈ ഭൂവൽക്കമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കാണുന്നതാണ് സിലിക്കയും അലുമിനിയം കാണപ്പെടുന്നത് ഈ ഭൂവൽക്കത്തിലാണ്. പ്രധാനപ്പെട്ടതാണ് സിലിക്ക, അലുമിന. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇതിനെ സിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, സിമ എന്ന പേരിൽ വിളിക്കാം. സിമ എന്ന പേരിൽ കാണപ്പെടുന്നത് സിലിക്കയും അലുമിനിയം, സിലിക്ക, അലുമിന, അതുപോലെ മാഗ്നീസ്, സിലിക്ക, അലുമിന, മാഗ്നീസ്. ഇവിടെ പറഞ്ഞിട്ട് വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കത്തെ സീമ എന്ന് വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തെ എന്ന് വിളിക്കുന്നു സിയാൽ എന്നും, സമുദ്ര ഭൂവൽക്കത്തെ സീമ എന്ന് വിളിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടാണ് നൈഫ് കൊണ്ട് വിളിക്കുന്നു. പ്രധാനമായിട്ടും നിക്കൽ, ഇരുമ്പ് എന്നിവ കാണപ്പെടുന്നു. അതുകൊണ്ട് അതിനെ നൈഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഭൂവൽക്കം ഞാൻ പറയും, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഭൂവൽക്കം തന്നെ രണ്ടായിട്ട് വൻകര ഭൂവൽക്കനും അതുപോലെ സമുദ്ര ഭൂവൽക്കം തിരിച്ചിട്ടുണ്ട്. വൻകര ഭൂവൽക്കത്ത് നമ്മൾ എന്ത് കാണാം? സിയാൽ എന്ന് കാണാം. സമുദ്ര ഭൂവൽക്കത്ത് സീമ എന്ന് കാണാം. അത്രേ ഉള്ളൂ. സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കയും അലുമിനിയാണ്. സീമ എന്ന് പറയുമ്പോൾ സിലിക്കയും മാഗ്നീസ് ആണ്. മറ്റൊന്നെന്താണ്? കാമ്പാണ്. കാമ്പിന്റെ അല്ലെ കോറിനാണ് നൈഫ് എന്നറിയപ്പെടുന്നത്. മറ്റൊന്നല്ല, അവിടെ കാണാൻ പ്രധാനപ്പെട്ട എന്താണ്? നിക്കലും അതുപോലെ ഇരുമ്പുമാണ്. അപ്പൊ അതിന്റെ ആ ഒരു കെമിക്കൽ നെയിമുകൾ കൊണ്ടാണ് നൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഓക്കെ, ഇതും പ്രധാനപ്പെട്ടാണ്. ഭൂവൽക്കത്തിന്റെയും മാൻഡിന്റെയും ഉപരിഭാഗം ചേർന്നുള്ള ശിലാമണ്ഡലമാണ് ലിതോസ്ഫിയർ. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മറ്റൊന്നുള്ളത് അസ്തനോസ്ഫിയർ. എന്താണ് അസ്തനോസ്ഫിയറിൽ കാണുന്നത്? ശിലാമണ്ഡലം താഴെയുള്ള ശിലാപദാർത്ഥങ്ങൾ ഉരുകിയുണ്ടാകുന്ന ആ പ്രദേശമാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, ഇനി ശിലകൾ. ഓക്കെ, പ്രധാനപ്പെട്ടാണ് ശിലകൾ, വളരെ പ്രധാനപ്പെട്ടാണ് ശിലകൾ.
വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഒന്ന് ആഗ്നേയ ശിലകൾ. നിങ്ങൾ ചോദ്യങ്ങൾ എടുത്തു നോക്കുക, ആഗ്നേയ ശിലകൾ ചോദ്യങ്ങൾ ഉണ്ടാവും. സെഡിമെന്റ് റോക്ക്, അവസാദ ശിലകൾ, അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്സ്. ഓക്കെ, ഇനി ഇഗ്നേഷ്യസ് റോക്സിന്റെ ഒരു ആരംഭം എന്താണ്? അത് ആ ലാവ പൊട്ടി ഉണ്ടാകുന്നതാണ് ഇഗ്നേഷ്യസ് റോക്സ്. അതില് ചോദ്യങ്ങൾ വരുന്നതാണ്. ഉദാഹരണമാണ് ഏറ്റവും പ്രധാനം. ഗ്രാനൈറ്റും ബാസാൾട്ടും ഏതാണ്? ഇഗ്നേഷ്യസ് റോക്സ്, ആഗ്നേയ ശിലകളാണ്. അതുപോലെ മണൽക്കല്ല്, സാൻഡ് സ്റ്റോൺ, അതുപോലെ ലൈം സ്റ്റോൺ ഏതാണ്? സെഡിമെന്ററി റോക്സ് ആണ്. ലൈം സ്റ്റോണും ഇത് സെഡിമെന്ററി റോക്സ് ആണ്. ഇനി മെറ്റമോർഫിക് റോക്സ്, ഓക്കെ, കായന്തര ശിലകൾക്ക് പ്രധാനമാണ് മാർബിൾ സ്ലേറ്റ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കേണ്ടതാണ് ഈ ഉദാഹരണങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഇത് മാറ്റിയിട്ട് ഈ ഉദാഹരണങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒരു ഇഗ്നീഷ്യസ് റോക്സ്, സെഡിമെന്റ് റോക്സ്, ഇതിന് എന്താണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇഗ്നീഷ്യസ് റോക്സ് ഉണ്ടാകുന്നതാണ് എവിടെ നിന്നാണ്? ആ ലാവയിൽ നിന്നാണ്. ആ ലാവയിൽ ഉണ്ടാകുന്ന പൊട്ടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ തണുത്തറിഞ്ഞുണ്ടാകുന്നതാണ് ഇഗ്നീഷ്യസ് റോക്ക്. ഇനി അത് പൊടിഞ്ഞുണ്ടാകുന്ന അല്ലെങ്കിൽ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്നതാണ് സെഡിമെന്റ് റോക്സ്. ഇനി അതിന് ഉയർന്ന താപം മൂലവും മർദ്ദം മൂലവും ഉള്ള വ്യത്യാസം ഉണ്ടാകുന്നതാണ് മെറ്റമോർഫിക് റോക്സ്. ഇതിലൂടെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഓക്കെ, വെതറിംഗ് എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു പാറ പൊടിഞ്ഞുകൊണ്ട് മണ്ണുണ്ടാകുന്നതിനാണ് വെതറിംഗ് എന്ന് പറയുന്നത്. അതിന്റെ വെതറിങ്ങിന്റെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഫിസിക്കൽ, മെക്കാനിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, അതുപോലെ ബയോളജിക്കൽ വെതറിംഗ്. അപ്പൊ ഒന്നുമില്ല, ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഉണ്ടാകുന്ന താപത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം പാറകൾ വികസിക്കും, പിന്നെ അത് രാത്രി ചുരുങ്ങും, അങ്ങനെ എന്തായി പതുക്കെ അത് പൊടിയാൻ തുടങ്ങും. കെമിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ എന്താണ്, മഴയിലുള്ളിൽ എന്തെങ്കിലും അലിഞ്ഞേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെ അലിഞ്ഞേർന്ന് എന്തായി മാറും? ആ പാറ ഇല്ലാതാക്കും. പിന്നെ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മരത്തിന്റെ വേരുകൾ ഇറങ്ങി പാറകൾ പൊടിഞ്ഞുണ്ടാകുന്നു, അല്ലെങ്കിൽ ശിലകൾ ഇല്ലാതാകുന്നു. അത് മണ്ണ്, ഈ വെതറിംഗ് ഉള്ള പ്രോസസ്സ് വഴി എന്തുണ്ടാകുന്നുണ്ട്? മണ്ണുണ്ടാകുന്നു. ഓക്കെ ജിജില, ബാക്കി റെക്കോർഡ്സ് നോക്കിക്കോളാം. ഓക്കെ, നോക്കിയാൽ മതി. ജിജില എല്ലാ തിരക്കുകളാണ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കുന്നു. നാളെ ക്ലാസ് ഇല്ലാത്ത പ്രധാന കാരണം എന്താണ്? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ വെറുതെ എടുത്ത് കാര്യമില്ല. പാറ പൊടിക്കലൊന്നും പ്രധാനപ്പെട്ടല്ല. ഓക്കെ, മണ്ണ് ജനിക്കുന്ന ഓക്കെ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ് എന്ത്? പെഡോളജി എന്നുള്ളത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമാണ്. ഓക്കെ, മണ്ണ് സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട എന്താണ്? വെതറിംഗ് ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി മണ്ണൊന്ന് മരിക്കുന്നു. ഓക്കെ, അതൊന്നും പ്രധാനപ്പെട്ടതല്ല. ഓക്കെ, മണ്ണിന് വേണ്ടിയുള്ള ദിനം. ഓക്കെ, എല്ലാ വർഷം ഡിസംബർ 15-നാണ് മണ്ണിന്റെ ദിനം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇനി 2023 നോക്കണം. 24 ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് 2023 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ത്? പ്രത്യേകം നോക്കണം. ഒരു ദിനം നോക്കണം, അതിന്റെ പ്രമേയം എന്തെന്ന് ഇവിടെ കൃത്യമായിട്ട് നോക്കണം. അതാണ് ഇവിടെ നോക്കുക. 2023 മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ത്? ഓക്കെ, SRT പറഞ്ഞിട്ടുള്ള ദിനങ്ങളൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞത് മണ്ണ് ദിനം പറഞ്ഞിട്ട് അതിന്റെ പ്രമേയം എന്ത് നോക്കി വെക്കണം. ഓക്കെ, ഇതാണ് ഈ ടെക്സ്റ്റിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ കണ്ടത്. അടുത്ത ടെക്സ്റ്റിലേക്ക് പോയി 11ാമത്തെ ടെക്സ്റ്റ് ആണ്. നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കാം. ഭൂപടങ്ങൾ വായിക്കാം, പെട്ടെന്ന് നോക്കാം. ഭൂപടങ്ങൾ വായിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കാം. ഭൂപടത്തെ കുറിച്ചുള്ള ഒരു നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. പ്രധാനപ്പെട്ട നോക്കാം. ഭൂപടങ്ങളെ വർഗീകരണം പറഞ്ഞിട്ടുണ്ട്. ഭൗതിക ഭൂപടം, അതുപോലെ സാംസ്കാരിക ഭൂപടം. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ ആണ്. ഇപ്പൊ സാംസ്കാരിക ഭൂപടത്തിന്റെ എക്സാമ്പിൾ ആണ് സൈനിക ഭൂപടം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കുന്നതാണ്, നല്ലതാണ്. ഭൂപട വർഗീകരണം. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടാണ് ഇത് നിങ്ങൾ നോക്കണം. ഭൂപട വർഗീകരണം പ്രധാനപ്പെട്ടാണ്. അതായത് സ്മോൾ സ്കെയിൽ മാപ്സ്, ലാർജ് സ്കെയിൽ മാപ്സ് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. അറ്റ്ലസ് മാപ്സ്, വാൾ മാപ്പ് ഒക്കെ സ്മോൾ സ്കെയിൽ മാപ്പ്. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ സ്കെയിൽ കുറവാണ്. അപ്പൊ അതെന്താണ്? കൂടുതൽ പ്രദേശങ്ങൾ അത് കാണിക്കും. ഓക്കെ, അത് നമ്മൾ സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിലെ മാപ്പാണ് ചിന്തിക്കരുത്. പലപ്പോഴും അങ്ങനെ അബദ്ധം ആളുകൾക്ക് പറ്റും. എനിക്കും പണ്ട് അങ്ങനെ ചിന്തയുണ്ടായിരുന്നു. സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമങ്ങളുടെ മാപ്പ് ഒക്കെ എന്താണ് സ്മോൾ സ്കെയിൽ എന്ന് ചിന്തിണ്ടാവും. അങ്ങനെയല്ല. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്കെയിൽ കുറവാണ്. ഓക്കെ, അതായത് 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അവിടെ ഒരു ഇതുകൊണ്ട് കാണിക്കുക. ലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ സ്കെയിൽ കൂടുതലാണ്. അതാണ് കഡസ്ട്രൽ മാപ്പ്, ദരാതിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളൊക്കെ ഏത് എക്സാമ്പിൾ ആണ്? ലാർജ് സ്കെയിൽ മാപ്പുള്ള എക്സാമ്പിൾ ആണ്. ഇത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നോക്കി വെക്കണം. ഓക്കെ, ഇനി കഡസ്ട്രൽ മാപ്സ് ഒരു പ്രദേശത്തിന്റെ മാത്രം ഏരിയയാണ് കഡസ്ട്രൽ മാപ്സ് പേര് അറിയപ്പെടുന്നത്. അപ്പൊ കഡസ്ട്രൽ മാപ്സിൽ എന്തൊക്കെ കാണപ്പെടുന്നു? അതായത് പാടങ്ങൾ, കെട്ടിടങ്ങൾ, അവിടെയുള്ള ഉടമസ്ഥാവകാശ ഭൂസ്വത്തുക്കൾ, ഒരു ചെറിയ പ്രദേശത്തെ ഒരു വില്ലേജ് മാപ്പ്, ഇതൊക്കെയാണ് എന്ത്? കഡസ്ട്രൽ മാപ്പായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ദരാതിലെ ഭൂപടങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ഓക്കെ,
സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു ഭൂ സർവേ ചെറിയ പ്രദേശത്തെയാണ് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ സവിശേഷതകളും ധരാതിലും ഭൂപടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ടോപ്പോഗ്രാഫിക് മാപ്സിനെ കുറിച്ച്. ഇതിൽ എന്തൊക്കെ കാണാം? വനങ്ങൾ, കൃഷിയിടങ്ങൾ, ഇതൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി മാപ്പിന്റെ സ്കെയില്. ഓക്കെ, ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽസ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽസ്. ഓക്കെ, ഇഞ്ച് ഫലം കൂടെ പറഞ്ഞിട്ടുണ്ട്. 5 സെന്റിമീറ്റർ രേഖാരീതി, ദൂരം. ഓക്കെ, ഇന്ത്യയുടെ വില്യം ലാംഡനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ജോർജ് എവറസ്റ്റ്, സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, കേന്ദ്ര സർക്കാരിന് ഇത് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മാപ്പുകൾ പ്രസിദ്ധീകരിക്കാൻ ഉള്ള ഏജൻസി ഏതാന്നുള്ളത്. ഓക്കെ, അതാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഭൂപടം മറ്റു കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അതിന് മറ്റ് പ്രധാനപ്പെട്ട ഒന്നുമില്ല എന്ന് വിവരിക്കുന്നു. ഇനി മറ്റൊന്നുള്ളതാണ് നിറങ്ങളും ചിഹ്നങ്ങളും. പ്രധാനപ്പെട്ടാണ്, നോക്കണം. നിറങ്ങളും ചിഹ്നങ്ങളും ചോദിച്ചിട്ടുണ്ട്. കാരണം ഓരോ ചിഹ്നം ഏതാണുള്ളത് ഇത് ചേരുംപടി ചേർക്കാനുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ചേരുംപടി ചേർക്കാനുള്ള രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തെറ്റി പോകുന്ന കുറച്ച് കാര്യം ഞാൻ വേഗം പറയാം. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. മഞ്ഞ എന്നുള്ളത് ഒരു ആൾക്ക് ചിലപ്പോൾ തെറ്റി പഞ്ചായത്ത് മഞ്ഞ എന്നുള്ള ആളുകളിലേക്ക് മരുഭൂമിയാണ്, അല്ല കൃഷിയിടങ്ങളാണ് മഞ്ഞ എന്ന പേരിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചുവപ്പ് എന്നുള്ളത് എന്തെങ്കിലും നമ്മൾ റെഡ് എന്നുള്ളത് ഒരു ഡേഞ്ചർ ഏരിയ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഡേഞ്ചർ ഏരിയ അല്ല, പാർപ്പിളങ് റോഡുകളാണ് ഡേഞ്ചർ ഏരിയ. ചുവപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കറുപ്പ്, ഇതൊക്കെ എവിടെ ഇരുന്ന് നീല. ഈ മൊത്തം നിങ്ങൾ നോക്കിയിട്ട് വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പച്ച, മഞ്ഞ, അതുപോലെ ചുവപ്പ്, കറുപ്പ്, നീല, തവിട്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സമയം ഇത് ചേരുംപടി ചേർക്കാനുള്ള രീതിയിലാണ് ചോദിക്കുക. ചേരുംപടി ചേർക്കാൻ. ഓക്കെ, ചേരുംപടി ചേർക്കാൻ വേണ്ടി ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഈ കളറിനെ കുറിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കാം. ഇല്ല, ഈ ഒരു